കർത്താവിലേക്ക് നോക്കി നമുക്ക് ഒരു വാക്കുകൂടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവിടുത്തെ പാതാരബന്ധത്തിൽ കർത്താവ് കുമ്പിടുന്നു. ആണിപ്പഴുതുള്ള ആ തൃപ്പാദങ്ങളെ കർത്താവെ ഞങ്ങൾ മുത്തം ചെയ്യട്ടെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കട്ടെ. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു, പൊടിയോളം താഴ്ത്തട്ടെ കർത്താവെ. ഞങ്ങൾക്ക് എന്തുള്ളൂ പുകഴാൻ? ഞങ്ങൾക്ക് ഞങ്ങളുടെ തലകൾ ഉയർത്താൻ കർത്താവെ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ലല്ലോ. അവിടുന്നാണ് ഞങ്ങളുടെ തലകളെ ഉയർത്തുന്നവൻ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. അങ്ങേ തന്നെ ഞങ്ങൾക്ക് കാണണം, അങ്ങേ കേൾക്കണം കർത്താവെ. അവിടുത്തെ ആ സ്നേഹമാധുര്യം കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളെ കാണുവാനും ഗ്രഹിപ്പാനും അതൊരു വെളിപ്പാടായിട്ട് ഞങ്ങളുടെ ആത്മാവിൽ അതൊരു വെളിച്ചമായിട്ട് കർത്താവെ വെല്ലുവിളിയായിട്ടായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുക്കണമേ, അവിടുത്തെ വരവിനായിട്ട് ഒരുക്കണം. ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പോയി കർത്താവെ, ചിന്തിച്ച് എന്നാൽ അവസാനം അവിടുത്തെ വരവെങ്കിൽ കർത്താവെ ലജ്ജിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് എത്ര വലിയ ശോചനീയമായ അവസ്ഥയായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിങ്ങൾ തന്നെ വസിക്കുവാനും അങ്ങയോട് പറ്റിച്ചേർന്നിരിപ്പാനും കർത്താവെ അവിടുത്തെ ആ എല്ലാ നിറവോളം നിറഞ്ഞിരിപ്പാനും ഞങ്ങളെ സഹായിക്കണം. നിറഞ്ഞ എണ്ണപാത്രങ്ങളുമായിട്ട് ബുദ്ധിയുള്ള കനികമാരെ പോലെ കർത്താവെ ആദ്യ സ്നേഹത്താൽ നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ ജീവനാൽ നിറച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് തന്നെ ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കണം. അവിടുത്തെ ശബ്ദത്തിൽ തന്നെ ഞങ്ങൾക്ക് കേൾക്കണം. ഞങ്ങളോ കുറയണം, ഞാനോ കുറയണം, അവിടുന്ന് വളരണം. ഇല്ല, യേശുവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. അപ്പൊ നമ്മള് വെളിപാട് പുസ്തകം 21 അധ്യായത്തിന് 12 വാക്യത്തില. 21 തിരിച്ചിട്ട എത്ര? 12. 21, 12. അപ്പൊ നമ്മളിപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ 21 12 വരെ എത്തി. നമ്മളെ എവിടെ ഇപ്പോൾ ഉള്ളത്? നമ്മളെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അവിടെ സംഭവിക്കാൻ പോകുന്ന കുഞ്ഞാടിന്റെ കല്യാണം, ആ കാന്തയെക്കുറിച്ചുള്ള വർണ്ണനയൊക്കെ നമ്മൾ കാണുന്നത്. കർത്താവിന്റെ വരവിന് ഏറ്റവും അടുത്തു. ഇത് ക്രിസ്തു വെളിപ്പെടാറായി. മഹോപദ്രവം തുടങ്ങും. അതിനുശേഷം ആ മഹോപദ്രവത്തിലൂടെ സഭ കടന്നുപോയി കർത്താവ് മേഘാരൂഢനായി വന്ന് സഭയെ ചേർക്കും. കർത്താവ് ഈ ഭൂമിയിലെ സഭയെ ചേർക്കും. അതിനുശേഷം കർത്താവ് തൻ്റെ വ്രതന്മാർക്ക്, തൻ്റെ ദാസന്മാർക്ക്, തൻ്റെ മക്കൾക്ക് പ്രതിഫലം നൽകും. അതിനുശേഷമുള്ള 1000 വർഷക്കാലം ഭരണം, ആ പ്രതിഫലത്തിനൊത്തവണ്ണമുള്ള 1000 വർഷക്കാലം ഭരണം നാം എത്രമാത്രം ചേർന്നിരുന്ന കർത്താവിനോട് ഭരിക്കും എന്നുള്ളതൊക്കെ നാം ഇന്ന് നമ്മളുടെ ജഡത്തെയും ലോകത്തെയും പിശാചിനെയും എത്രമാത്രം ഭരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ നാം കർത്താവിനോട് ചേർന്ന് 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം സാത്താനെ 1000 വർഷക്കാലം അടച്ചിട്ടേക്കുമായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ചു. വെളിപാട് 20 അധ്യായത്തിൽ സാത്താനെ തുറന്നു വിടുമ്പം 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം സാത്താനെ തുറന്നു വിടുമ്പോൾ അവൻ പിന്നെയും ആളുകളെ വഞ്ചിക്കാനായിട്ട് ഇറങ്ങുകയും അവൻ്റെ കൂടെ പോകുന്നവരെല്ലാം അവരെ സ്വർഗത്തിൽ നിന്നുള്ള അഗ്നി വന്ന് ദഹിപ്പിക്കുന്ന കാര്യമൊക്കെ വെളിപാട് 20 അതിൻ്റെ 9 വാക്യത്തിലൊക്കെ കണ്ടു. ഈ സാത്താനെ പിടിച്ച് തീപ്പൊയ്കിലോട്ട് ഇടുന്ന കാര്യമൊക്കെ കണ്ടു. അവിടെ അവന് 2 കൂട്ടുകാരന്മാർ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. ഒന്ന് 1000 വർഷക്കാലമായിട്ട് അക്ഷമയോടെ കാത്തിരുന്ന ഇത് ക്രിസ്തുവും, രണ്ടാമത് അതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ സീറ്റ് പിടിച്ച കള്ളപ്രവാചകനും. ആരൊക്കെയായിരുന്നു സാത്താൻ അപ്പുറവും ഇപ്പുറവും? ഇത് ക്രിസ്തുവും കള്ളപ്രവാചകനും. എവിടെ അത് പറയുന്നേ? വെളിപാട് 20 10 വാക്യം, 20:10. പിശാചിന് ഈ വെളിപാട് പുസ്തകം ഒട്ടും ഇഷ്ടമില്ലാത്തതിന്റെ കാരണം ഈ വെളിപാട് 20 10 വായിച്ചു കളയുമായിരുന്നെങ്കിൽ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളതുകൊണ്ട് ഒരു മീറ്റിങ്ങിൽ നമ്മൾ ആ വാക്യം വീണ്ടും വീണ്ടും പറയുന്നത്. അവൻ്റെ അന്ത്യം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവനെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അവൻ ഡിഫീറ്റഡ് എനിമിയാണ്. പലപ്പോഴും എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്നവരൊക്കെ ഇങ്ങനെ, ഈവൻ വിശ്വാസികളായിട്ടുള്ളവർ വരും, അയ്യോ സാത്താൻ്റെ ആക്രമണം പോരട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പറയുന്നത്. ഞാൻ പറയും, പിശാച് തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. അവൻ്റെ തല തകർത്ത് കഴിഞ്ഞ് അവൻ ആയുധവർഗം വരെ എടുത്ത് കളഞ്ഞതെന്ന് ഞാനല്ലേ പറഞ്ഞേ. കൊളോസർ 2 അധ്യായത്തിന് 15 വാക്യത്തിൽ പിശാച് ഡിസാംഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആമർ, അവൻ്റെ ആയുധവർഗം. നിങ്ങൾ പുട്ട് ഓൺ ദ ഫുൾ ആർമർ ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ആഴ്ച മനപ്പാഠ വചനം പറഞ്ഞു അല്ലേ? അപ്പം അവൻ്റെ ആർമർ എല്ലാം കൂടി എടുത്ത് മാറ്റി കർത്താവ് ക്രൂസിൽ. കർത്താവ് തന്നെ താഴ്ത്തി നിഗളിയായ ആ പിശാചിന്റെ ആർമർ, സർവായുധവർഗമൊക്കെ ക്രൂസിൽ അവൻ്റെ തല തകർത്തു. എന്നൊക്കെ നമ്മൾ എവിടെ വായിക്കുന്നത്? ക്രൂസിൽ പിശാചിന്റെ തല തകർക്കപ്പെട്ടു എന്ന് എവിടെ കാണുന്നത്? നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിലെ ആ പ്രവചനം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായത്തിന് 15 വാക്യത്തില് പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങി ഹവ്വാമ്മച്ചിയും ആദാമപ്പച്ചനും ഒക്കെ പാപത്തിന്റെ പടുകുഴിയിലേക്ക് ടപ്പുവെന്ന് പറഞ്ഞുകൊണ്ട് വീണപ്പോഴത്തേക്കും കർത്താവ് ഒരു പോക്കുവഴി ഒരുക്കിക്കൊണ്ട് അന്നേ ഒരു പ്രവചനത്തിൽ പറയുവാണ്. എന്താ? ഉൽപ്പത്തി പുസ്തകം, ജെനസിസ് ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം. നമ്മൾ ആ റെഫറൻസ് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും എന്താ ചെയ്യാൻ പോകുന്നത്? പെട്ടെന്ന് റെഫറൻസ് അങ്ങ് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതിയിടുക. അതിന്റെ പെട്ടെന്ന് ആ
വാക്യം എടുത്ത് നോക്കും. കൊളോസിൻ സോറി, ഉൽപ്പത്തി പുസ്തകം. അതിന് മുമ്പ് ഞാൻ റെഫറൻസ് പറഞ്ഞു ഇവിടെ, കൊളോസിൻസ് 2:15 പറഞ്ഞായിരുന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമ്മൾ ചിലത് പാസിംഗ് റെഫറൻസ് ആയിട്ട് പറയും. അത് നമുക്ക് ഹോംവർക്കാണ്. മീറ്റിങ്ങിന് ശേഷം നിങ്ങളുടെ ക്വൈറ്റ് ടൈമിലോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴോ ഒക്കെ ആ വാക്യങ്ങളെടുത്ത് ഈ സഹോദരൻ പറഞ്ഞത്, ഈ അങ്കിള് പറഞ്ഞത് ഇത് അങ്ങനെ തന്നെയോ എന്ന് ബരോവ വിശ്വാസികളെ പോലെ, ബെറിയൻസിനെ പോലെ നമ്മൾ എടുത്തു നോക്കും. ബെറിയൻസിനെ പോലെ എടുത്തു നോക്കും എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ആയിരുന്നു അപ്പോസ്തല പ്രവൃത്തികൾ ആക്സ് 17:10-11 ബെറിയൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ആക്സ് 10, ആക്സ് 17 ഞാനിപ്പോൾ പറയുന്ന മെയിൻ റെഫറൻസ് എടുത്താൽ മതി. മറ്റേത് പാസിംഗ് റെഫറൻസ് ഒക്കെ എഴുതി വെച്ചാൽ മതി. സോ ദാറ്റ് പിന്നീട് നമുക്ക് എടുത്ത് നോക്കാൻ. അപ്പോസ്തല പ്രവൃത്തി 17:10-11 നമ്മൾ ബെറിയൻസിനെ കുറിച്ച് പറഞ്ഞ്. ഇപ്പം നമ്മൾ അതിൻ്റെ കൊളോസിൻസ് 2:15 പിശാചിനെ ഡിസാംഡ് ആക്കി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിശാചിന്റെ ശക്തി, പിശാചിനെ പവർലെസ് ആക്കി, ബലഹീനനാക്കി എന്ന് പറയുന്നൊരു വാക്യമുണ്ട് ഇവിടെ എബ്രായർ 2:15. കൊളോസ് 2:15 അവന് ആർമറൊക്കെ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് എബ്രായർ 2:15 അവന് ഹി വാസ് റെൻഡേഡ് പവർലെസ് എന്ന് പറയുന്നത്. റെൻഡേഡ് പവർലെസ് എന്നുള്ളതിന് മലയാളം സത്യവേദ പുസ്തകത്തിൽ ബലഹീനനാക്കി എന്നുള്ളതിനെക്കാട്ടിൽ അവർ ഇങ്ങനെ അതിൻ്റെ ഇതൊന്ന് ഞാനൊന്ന് എടുത്ത് നോക്കിക്കോട്ടെ. ഞാനിവിടെ ഉൽപ്പത്തി 3:15 എൻ്റെ കൂടെ തന്നെ ഞാൻ എബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ എബ്രായർ 2:15 മലയാള പരിഭാഷയുടെ സത്യവേദ പുസ്തകത്തിൽ എങ്ങനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊന്ന് നോക്കിക്കോട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ അവരോട് അവൻ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരെ മരണത്തിന് അധികാരത്തിൽ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. എബ്രായർ 2:15 തന്റെ മരണത്താൽ നീക്കി എന്നുള്ളത് ഇംഗ്ലീഷിൽ റെൻഡേഡ് പവർലെസ് എന്ന് അവിടെ 14-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന റെൻഡേഡ് പവർലെസ്, മലയാളത്തിൽ 15 മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിന് അധികാരിയായ ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയും വിടുവിച്ചു എന്നുള്ള കാര്യം. അവനെ റെൻഡേഡ് പവർലെസ്, അവന് ബലമെല്ലാം എടുത്തു കളഞ്ഞു, അവനെ മരണത്താൽ അങ്ങ് നീക്കി, അവനെ ആളെ ഇല്ല എന്നുള്ള രീതിയിലാക്കി. അപ്പൊ ആ ഉൽപ്പത്തി 3:15 കണ്ടില്ലേ എന്താ നമ്മൾ കണ്ടേ അവിടെ? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ ആ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സന്തതിയായിട്ട് വന്നതാരാ? യേശു ക്രിസ്തു. സ്ത്രീയുടെ സന്തതി, അവൻ നിന്റെ തല തകർക്കും. ഹി ഷൽ ബ്രൂയിസ് യു ഓൺ ദ ഹെഡ്. പിശാചിന്റെ തല തകർക്കപ്പെട്ടത്, ക്രൂശിൽ തകർക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് ഈ വചനത്തിന്റെ ബേസിസിൽ. വെറുതെ നമ്മളങ്ങനെ പറയുന്നില്ല. നീ അവന്റെ കുതികാൽ തകർക്കും. യേശുവിന്റെ കുതികാല് ചെറിയൊരു മുറിവുണ്ടാക്കാനേ, കുതികാൽ തകർക്കുന്ന പറഞ്ഞാൽ യേശുവിന് ഒരു ചെറിയ മുറിവുണ്ടാക്കാൻ, ചില ക്രൂശ് മരണത്തിന്റെ ആ ഒരു മുറിവുണ്ടാക്കാൻ പിശാചിന് കഴിഞ്ഞുള്ളൂ. എന്നാൽ പിശാചിന്റെ തല തന്നെ തകർത്തു. പിശാച് തല തകർക്കപ്പെട്ട പാമ്പ് വാലിട്ടാട്ടുന്ന പോലെ ആൾക്കാരെ പീഡിപ്പിക്കാൻ നോക്കുന്നവനാ. അവനെ കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിശാച് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ അവൻ്റെ ഭാവി കാലത്തെക്കുറിച്ച് പറഞ്ഞ് അവൻ്റെ വായടപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഴയകാല ഭാവങ്ങളോ, നീ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല, ദൈവം നിന്നോട് ക്ഷമിക്കുമോ, നീ അത്ര വലിയ പാപിയ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ കുറ്റബോധത്തിലേക്ക് ആഴ്ത്താൻ വേണ്ടി പിശാച് ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവൻ്റെ ഭാവി കാലം, നിന്റെ ഫ്യൂച്ചർ എവിടെയാണെന്ന് അറിയാവോ, നീ എങ്ങോട്ടാ പോകാൻ പോകുന്നേ, വെളിപ്പാട് 20:10 നിനക്ക് അറിയത്തില്ലേ, ഞാൻ എടുത്ത് വായിക്കണം. അവിടെ നീ തീപ്പൊയ്കയിൽ നിന്റെ 2 കൂട്ടുകാരന്മാരുടെ കൂടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് വെന്തെരിയും എന്നുള്ള കാര്യം പറയാം. സോ അപ്പം അതിനുശേഷം ആ പിശാചിനെ തീപ്പൊയ്കയിൽ എറിഞ്ഞ ശേഷം പിന്നെ അവിശ്വാസികളുടെ ന്യായവിധി, ജീവപുസ്തകത്തിൽ പേര് കാണപ്പെടാത്തവരെല്ലാം തീപ്പൊയ്കയിലേക്ക് എറിയപ്പെടും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കാണുന്നു. അത് എത്രമാത്രം നമുക്കൊരു ഹൃദയഭാരം, ആത്മഭാരം നമുക്ക് ദൈവം തന്നിട്ടുള്ള അവസരങ്ങൾ. ശരിയാണ്, നമുക്കിപ്പം എല്ലാവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരാളെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ പറ്റത്തുള്ളൂ. നമുക്ക് പക്ഷേ അതിൻ്റെ ചാലകങ്ങളായിട്ട് കർത്താവ് തരുന്ന ഓപ്പർച്യൂണിറ്റീസ്, കർത്താവ് തരുന്ന അവസരങ്ങൾ. ശരിയാണ്, ചിലപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ മരണം അടയുമ്പോഴോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഭരിക്കുമ്പോഴോ കർത്താവ് അവരെങ്ങോട്ടാ, നമുക്ക് അതിനെക്കുറിച്ച് വലിയ നമുക്ക് ധാരണയില്ല. ഇന്ന് തന്നെ ഒരു സഹോദരൻ്റെ ഒരു അടുത്ത ബന്ധു മരിച്ച ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കറിയത്തില്ല. നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ സാക്ഷിയായിട്ട് ജീവിച്ചു. ദൈവം തന്ന അവസരങ്ങളിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അവസാന നിമിഷമാണ് അവർ ആ മരണവേദനയിലെ കർത്താവിനെ യഥാർത്ഥത്തിൽ നിലവിളിച്ച് രക്ഷിക്കപ്പെട്ടൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും വിധിക്കാൻ നമ്മളാരുമല്ല. നമുക്ക് പിന്നെ നമുക്ക് ദൈവം തരുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ധീരതയോടെ, അവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കുമായിരിക്കും ആൾക്കാർ, നമ്മളെ ബന്ധുക്കളൊക്കെ. ഇന്ന് നമ്മുടെ നാരായണ ബ്രദർ തന്നെ പറയും, നാരായണ ബ്രദറിൻ്റെ ഒരു അടുത്ത ബന്ധു മരിച്ചു. അപ്പം ബ്രദർ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ നിന്നായിരിക്കും ബ്രദർ ഇപ്പോൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ബ്രദറിൻ്റെ
അവിടെ ഒരു വിശ്വാസമായിട്ടുള്ള സഹോദരിയും കണ്ട അയൽവക്കത്തുള്ളവരാരും മറ്റും നമ്മുടെ തങ്കമണി സിസ്റ്ററിനെ കണ്ട് വന്ന് സംസാരിക്കുമ്പോൾ, അപ്പം മേ ബി ഓർണമെന്റ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ആ സഹോദരി വന്ന് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ അങ്ങനെ ചിരിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഓണറാണ്, വലിയൊരു പദവിയാണ് നമ്മൾ. അപ്പോൾ തുള്ളിച്ചാടണം. തുള്ളിച്ചാടുന്ന അവിടെ മുമ്പിൽ തുള്ളിച്ചാടരുത്, തുള്ളിച്ചാടി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ആത്മാവിൽ തുള്ളിച്ചാടണം. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് കളിയാക്കി ചിരിക്കുമ്പോൾ, ഓ ഇവര് വലിയ ദൈവവിശ്വാസികൾ, അവര് ആഭരണമൊന്നും ഇടാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെയുള്ള പുച്ഛങ്ങളും പുച്ഛിച്ച ചിരികളും അല്ലെങ്കിൽ ആ ഒരു കളിയാക്കി ചിരികളും ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ ജമ്പേഴ്സ്, എവിടെ ഹൈ ജമ്പേഴ്സ് ട്രൈ ചെയ്തില്ലേ? ലൂക്കോസ് 6-ാം അധ്യായത്തിൽ ഹൈ ജമ്പ് നമ്മള് ഉറക്കെ നമ്മൾ നമ്മള് തുള്ളിച്ചാടണം. ഇന്ന് നമ്മൾ സാങ്ക്ബേറിന് കേട്ടിട്ടുണ്ട്, ഇത് പലരും ഇന്ന് ആരാധനാ മീറ്റിങ്ങുകൾ എന്ന് പറയുന്ന മീറ്റിങ്ങുകളിലാണ് തുള്ളിച്ചാടുന്നത്. പക്ഷെ അങ്ങനെ അതല്ല, എവിടെ യഥാർത്ഥത്തിൽ തുള്ളിച്ചാടേണ്ടതെന്ന് ചോദിച്ചാൽ ലൂക്കോസ് 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തില് നമ്മൾ എങ്ങനെ എപ്പോഴാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണ്ടേ? ആ നാളുകളിൽ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പേ മനുഷ്യപുത്രൻ നിമിത്തം 22, അതായത് ലൂക്കോസ് 6-ാം അധ്യായം, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6:22-23, മനുഷ്യപുത്രൻ നിമിത്തം, നമ്മളുടെ അരുതായ്മ നിമിത്തമല്ല, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്ക എന്ന് തള്ളുമ്പോൾ നമ്മൾ തുള്ളണം. അവര് തള്ളും, നമ്മൾ തുള്ളണം. വളരെ പ്രാസത്തോടെ സത്യവേദ പുസ്തകത്തില് പരിശുദ്ധാത്മാവ് അവര് പരിഭാഷപ്പെടുത്താൻ സഹായിച്ചത്. എന്താ അവര് നമ്മൾ വിടക്ക എന്ന് പറഞ്ഞാല് ആ വാക്ക് വരുമ്പോൾ നമുക്ക് അത്ര അങ്ങ് ഈവിൾ, സ്കോൺ യുവർ നെയിം ഇസ് ഈവിൾ എന്ന് അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. സ്കോൺ യുവർ നെയിം എന്ന് വെച്ചാൽ പരിഹസിച്ച്, സ്കോൺ യുവർ നെയിം ഇസ് ഈവിൾ. ഓ അവര് ദുഷ്ടര്, അല്ലെങ്കിൽ അവരത് സ്വന്തം ജാതി മതത്തെയൊക്കെ കളഞ്ഞത് അവരത് പോയേക്കുന്ന കണ്ടില്ലേ, വലിയ വേറെ വിശ്വാസം എന്ന് പറഞ്ഞ് പോയേക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ അതുപോലെയൊക്കെയുള്ള രീതിയിൽ അവര് വിടക്ക് എന്നുള്ളി തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആ നാളുകൾ സന്തോഷിച്ച് തുള്ളണം. അവർ തള്ളുമ്പോൾ നമ്മൾ തുള്ളണം. നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് തുള്ളണ്ട. അപ്പോൾ ഇത് കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. പെട്ടെന്ന് സൈക്കാട്രിസ്റ്റിനെ കാണണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പണിയാവും. ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരത്തില്ല ക്രിസ്ത്യൻ സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാലോ. അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ മുമ്പിൽ വെച്ച് തുള്ളാനല്ല, ആത്മാവിൽ, നമ്മുടെ ആത്മമനുഷ്യൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സന്തോഷവും അവരെ നമ്മളെ കളിയാക്കുന്നു. താങ്ക് യു ലോ, ഞാൻ എത്രമാത്രം ഭാഗ്യവാനാണ്. നിങ്ങളുടെ പ്രതിഫലം, കർത്താവ് എനിക്ക് അധികമായിട്ട് പ്രതിഫലം എന്ന് പറഞ്ഞാൽ കർത്താവിനോടുള്ള ഒരു സാമീപ്യം, അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. സ്വർഗത്തിലെ കൂടുതൽ കർത്താവിനോട് അടുക്കാൻ പോവാണ് ഇത് കാരണം. ഇവര് എനിക്ക് ഇതുപോലൊക്കെ കർത്താവിനോട് കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങൾ തന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്താ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്, അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തല്ലോ. പ്രതിഫലം സ്വർഗത്തിൽ നിങ്ങൾ എത്ര വലിയൊരു കാര്യമാണ്. നമ്മൾ അവരോട് ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്ത്, താങ്ക് യു, നിങ്ങൾ സ്വർഗത്തിൽ എനിക്ക് കൂടുതൽ പ്രതിഫലം ഉണ്ടാകാൻ ഇടയാക്കി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവര് എംബാരസ്ഡ് ആയി പോകും, അവര് ചിലപ്പോൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മളെ മിസ്ട്രീറ്റ് ചെയ്യുന്നവരോട് ഉപദ്രവിക്കുക എന്നാണ് ലൂക്കോസ് 6-ന്റെ, അതേ ലൂക്കോസ് 6-ന്റെ 27-28 പ്രേ ഫോർ ദോസ് മിസ്ട്രീറ്റ് യു. ആരെങ്കിലും നമ്മളെ മിസ്ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദ്രവിക്കണം എന്ന് തന്നെയല്ല, മലയാളത്തിൽ ഉപദ്രവിക്കുക, മിസ്ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ബഹുമാനം തരാതെ നമ്മളെ കളിയാക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുന്നു, അങ്ങനെയൊക്കെയുള്ളത് ചെയ്യുമ്പം ജസ്റ്റ് പ്രേ ഫോർ ദം, അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നതുമേ. അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ, അവരോട് ക്ഷമിക്കണമേ. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം അത് ഞാൻ എന്ത് അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ, നരകാഗ്നി, നിത്യനരക തീപ്പൊയ്കയിലോട്ട് ജീവപുസ്തകത്തിൽ പേര് കാണാത്തവരെല്ലാം തീപ്പൊയ്കയിൽ കാണുന്ന അവിടെ ഒന്നുകിൽ ജീവപുസ്തകത്തിൽ പേര് കാണണം, അല്ലെങ്കിൽ പിന്നെ തീപ്പൊയ്കയെ കാണണം. എവിടെയെങ്കിലും കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെളിപാട് 20-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യത്തിൽ, വെളിപാട് 20-ന്റെ 15 ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം, ആദ്യത്തെ ഭൗതിക മരണമുണ്ട്, പിന്നെ രണ്ടാമത്തെ നിത്യമായ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ളവരോട് ഒരു ഹൃദയഭാരത്തോടെ നമ്മളെ എത്രമാത്രം ആയിരിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ അതുകൊണ്ട് അവിടുന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഡൈവേഷനിലോട്ട് പോയത്. നല്ലത്, തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മാവ് തന്ന ഡൈവേഷൻ ആണല്ലോ. നമുക്ക് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇതിന് ശേഷം, അതായത് ഈ ജീവപുസ്തകത്തിൽ കാണാത്തവരെല്ലാം തീപ്പൊയ്കയിൽ തള്ളിയിട്ടതിന് ശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും, എല്ലാം അഗ്നിക്കിരയാകും. അതിനുശേഷം പിന്നെ പുതിയ ആകാശം, പുതിയ സ്വർഗം എന്നാണ് ഔറാനോസ് എന്നുള്ള ആ പദം ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ സ്വർഗവും പുതിയ ഭൂമിയും ആയിരിക്കും. അവിടെ കർത്താവെല്ലാം പുതിയതാക്കിയിരിക്കുന്നു
അവിടെ കാന്തയുടെ കല്യാണം, ഇത് ആർക്ക് അവകാശമാവുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 7-8 വാക്യങ്ങളിൽ കണ്ടു. ആരാണ് ഇതൊക്കെ അവകാശമാക്കുന്നത്, ആർക്കാണ് അവകാശമാക്കാൻ പറ്റാത്ത എന്നുള്ളൊരു ലോങ് ലിസ്റ്റും അതിൻ്റെ പല പല ആഴത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ വചനത്തിൽ നിന്നൊക്കെ ആഴ്ചകളോളം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ദൂതൻ പറയുവാണ്, മണവാട്ടിയെ കണ്ടോ ദേ. ഇപ്പൊ ഈ കല്യാണത്തിന് കഴിയുമ്പോൾ ഈ മണവാട്ടി കൊച്ചു ദേ വരുന്ന കണ്ടോ. ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നതാണൊക്കെ ഇവിടെ ദൂതൻ യോഹന്നാൻ അപ്പോസ്തലനെ മണവാട്ടിയെ കാണിച്ചു കൊടുക്കുക. ഈ യോഹന്നാൻ ഓഫ് കോഴ്സ് മണവാട്ടിയുടെ ഭാഗമായിരിക്കും, എന്നാൽ ഇത് ആലങ്കാരിക ഭാഷയിൽ, ആത്മീയ ഭാഷയിൽ മണവാട്ടിയെ കാണിച്ചു കൊടുക്കുക. അവൻ എന്നെ ആത്മവ്യവസ്ഥതയിൽ അല്ലെങ്കിൽ ആത്മാവിന്റെ അധീനതയിൽ, 10-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്, വെളിപാട് 21-ന്റെ 10-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്, അവൻ എന്നെ ആത്മാവിന്റെ അധീനതയിൽ അല്ലെങ്കിൽ ആത്മാവിൽ ഉയർന്ന ഒരു വന്മലയിൽ കൊണ്ടുപോയി അവിടെ ഞാൻ കാണുന്നത് എന്താ, യെരുശലേം എന്ന വിശുദ്ധ നഗരം, ഒരു മഹദിയാം നഗരം, മഹദിയാം ബാബിലോണിനെ കുറിച്ച് പറയും വിശുദ്ധ ഹോളി സിറ്റി വേഴ്സസ് ഗ്രേറ്റ് സിറ്റി, ബാബിലോൺ വേഴ്സസ് ജെറുസലേം. ബാബിലോൺ എന്ന് പറഞ്ഞാൽ വ്യാജസഭ, യേശുവിന്റെ പേരും എടുത്തുകൊണ്ട് ലോകത്തിന് പിന്നാലെ പോകുന്നതാണ് വ്യാജസഭ. ലോകത്തിന്റെ പിന്നാലെ എന്ന് പറയുമ്പോൾ പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ. ഇപ്പൊ യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ, ദൈവസന്നിധിയിലാണ് ബ്യൂട്ടി പാർലർ, ദൈവസന്നിധിയാണ് അവളുടെ ബ്യൂട്ടി പാർലർ. ആ മോസ്റ്റ് ഹോളി പ്ലേസിലാണ് അവളുടെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ്, അവരുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളാകുന്ന പരിശുദ്ധാത്മാവിന്റെ ലേപവും എല്ലാം കിട്ടി അവളെ ഏറ്റവും ദൈവ തേജസ്സുള്ളവളായിട്ട് ഇറങ്ങി വരുന്നത് കണ്ടു. നമ്മളെ ഇന്ന് ആ ബ്യൂട്ടി പാർലറിൽ എപ്പോഴും ആയിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലോകത്തിലെ ബ്യൂട്ടി പാർലറിലെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, മറിച്ച് അതിവിശുദ്ധ സ്ഥലമാകുന്ന ബ്യൂട്ടി പാർലറിൽ നമ്മളായിരിക്കുമ്പം മോശ 40 രാവും 40 പകലും ഒക്കെ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ അവന്റെ മുഖം തിളങ്ങി എന്നുള്ള കാര്യം നമ്മളിവിടെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ അത് പുതിയ നിയമത്തിൽ എടുത്തു പറയുന്നുണ്ട്. എവിടെ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്കാണ്. അവിടെ പുതിയ നിയമത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ പുറപ്പാട് പുസ്തകത്തില് അവന്റെ മുഖം തിളങ്ങിയതായിട്ട് 34-ാം അധ്യായത്തില്, പുറപ്പാട് 34-ന്റെ 29 മുതലുള്ള വാക്യങ്ങളിൽ തന്റെ മുഖത്തെ തുവക്ക് പ്രകാശിച്ചു, അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം. ഇറ്റ് കെയിം അബൌട്ട് ദാറ്റ് വെൻ ബിക്കോസ് ഓഫ് ഹിസ് സ്പീക്കിംഗ് വിത്ത് ഹിം. അതാ എന്തുകൊണ്ടാണ് മുഖം തിളങ്ങിയത്, അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തന്റെ മുഖത്തിന് തുക പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സിനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അപ്പോ എന്തുകൊണ്ടാണ് അവന്റെ ത്വക്ക് തിളങ്ങിയത്, അവന്റെ മുഖത്തേക്ക് അവങ്കിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. All those who looked unto him became radiant and their faces were not put to shame. എവിടെ പറയുന്നത്, സങ്കീർത്തനം 34-ന്റെ 5-ാമത്തെ വാക്യം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അത് എഴുതി വെച്ചാൽ മതി. സങ്കീർത്തനം 34-ന്റെ 5, Psalm 34:5. അപ്പൊ കർത്താവിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി. മോശ കർത്താവിലേക്ക് നോക്കുക മാത്രമല്ല, കർത്താവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. കർത്താവിൽ നിന്ന് നമ്മൾ ഇന്ന് കേൾക്കുകയാണെങ്കിൽ, യേശുവിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ മനുഷ്യരിൽ നിന്ന് കേൾക്കുമായിരിക്കും, പ്രസംഗികളിൽ നിന്ന് കേൾക്കുക, പ്രീച്ചേഴ്സിൽ നിന്നോ ബാക്കി സഹോദരങ്ങളിൽ നിന്നോ കേൾക്കുന്നത് നല്ലത് കാര്യം തന്നെ. എന്നാൽ അതിലൂടെ ആ സഹോദരങ്ങളുടെ ശബ്ദത്തിലുപരി യേശുവിനെ എന്നോടൊപ്പം സംസാരിക്കാനുള്ളത് ഞാൻ കേൾക്കുവാണെങ്കിൽ എൻ്റെ ആത്മമുഖം, ഈ മുഖമല്ല ആത്മാവിന്റെ മുഖം തിളങ്ങും. പഴയ നിയമത്തിൽ അത് ആക്ഷരികമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ആക്ഷരികമായിട്ട് മുഖം തിളങ്ങിയത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ ആന്തരിക സൗന്ദര്യം, ആന്തരിക മുഖം, ആത്മമനുഷ്യൻ, അതായത് ആത്മാവാകുന്ന നമ്മളുടെ പുതിയ മനുഷ്യൻ, നമ്മുടെ മനുഷ്യാത്മാവ് ഒരു പുതു ജനനം പ്രാപിച്ചതാ വീണ്ടും ജനനത്തിൽ. ആ മനുഷ്യാത്മാവ് കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് അധികമായിട്ട് തിളങ്ങി പ്രകാശിക്കാൻ തുടങ്ങും. അപ്പൊ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചെന്ന് അവനെ അറിഞ്ഞില്ല. അതിനുശേഷം അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ട് അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു മോശയെ വിളിച്ചപ്പോൾ അതിനുശേഷം പിന്നെ അവനൊരു 35-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശ അവനോട് സംസാരിക്കേണ്ടതിന് അകത്ത് കടക്കുവോളം മൂടുപടം പിന്നെയും തന്റെ മുഖത്തിട്ടുകൊള്ളും. അതായത് സോ മോസസ് വുഡ് റീപ്ലേസ് ദ വെയിൽ ഓവർ ഹിസ് ഫേസ് അൻറ്റിൽ ഹി വെന്റ് ഇൻ ടു സ്പീക്ക് വിത്ത് ഹിം. ദൈവത്തോട് സംസാരിക്കാൻ പോകുമ്പോൾ മാത്രം മൂടുപടം മാറ്റിയിടും. മനുഷ്യരോട് വരുമ്പം ഈ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ട ആൾക്കാർ ഭയപ്പെടാതൊക്കെ ഇരിക്കാനായിട്ട് ഒരു മൂടുപടം ഇട്ടു എന്നുള്ളൊരു കാര്യം കാണുന്നുണ്ട്. അപ്പം ആൾക്കാർ ഭയപ്പെടാതിരിക്കാനായിട്ട് മൂടുപടം ഇട്ടു എന്ന് ഒരു കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ 2 കൊരിന്ത്യർ 3-ൽ പറയുന്നുണ്ട് മൂടുപടം ഇട്ടതിന് വേറൊരു കാരണം ഈ തേജസ് മങ്ങിപ്പോകുന്ന തേജസ്സായിരുന്നു, പഴയ നിയമത്തിന്റെ തേജസ്. 2 കൊരിന്ത്യർ, ഞാനിപ്പോൾ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് പറയുക, ബ്രൈഡിന്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ്, ബ്രൈഡിന്റെ ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുക. നമ്മളും ആ ബ്രൈഡിന്റെ പാർട്ടായിട്ട് ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് അണ്ടർഗോ ചെയ്യാൻ വേണ്ടി നമ്മളും
നമ്മളുടെ ആത്മസൗന്ദര്യം വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഈ പറയുന്നത് എന്താ, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കേൾക്കണം. മോശയുടെ ത്വക്ക് പ്രകാശിച്ചെങ്കിലും അത് പഴയ നിയമത്തിലായിരുന്നതുകൊണ്ട് അതിന്റെ ഞാൻ തിരിച്ച് നമ്മൾ 2 Corinthians 3 വരുമ്പോൾ ഈ പോർഷന്റെ കാര്യം, അതായത് പുറപ്പാട് 34 33 നമ്മളിപ്പം വായിച്ച കാര്യം ഇതിന്റെ 13-ാമത്തെ വാക്യത്തിൽ 2 Corinthians 3:13 വായിക്കുന്നുണ്ട്. നീങ്ങിപ്പോകുന്നതിന്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്നെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. നീങ്ങിപ്പോകുന്നതിന്റെ അന്ത്യം എന്ന് വെച്ചാല് ഈ മുഖമൊക്കെ തിളങ്ങുവാണ്, പക്ഷെ അത് എൻഡ് ഓഫ് വാട്ട് വാസ് ഫെയ്ഡിങ് അവേ, അതങ്ങ് നീങ്ങിപ്പോവുക, അതങ്ങ് മങ്ങിപ്പോവുക. അപ്പൊ ഈ തേജസ് കാണാതിരിക്കാൻ വേണ്ടി മുടുപടം ഇട്ടു, അതൊരു കാരണം. എന്നാൽ അത് മങ്ങിപ്പോകുന്നതും ഇസ്രായേൽ മക്കൾ കാണണ്ട എന്ന് വിചാരിച്ച് മോശ മുടുപടം ഇട്ടു എന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ പുതിയ നിയമത്തിൽ കുറച്ചുകൂടി തെളിവായിട്ട് പറയുമ്പോൾ അത് മങ്ങിപ്പോകുന്ന ഒരു തേജസ്സായിരുന്നു. എന്നാൽ നമ്മുടെ തേജസ് എങ്ങനെയാ, മങ്ങിപ്പോകുന്നതാണോ? യഥാർത്ഥത്തിലുള്ള പുതിയ നിയമ ദൈവഭക്തന്റെ തേജസ് മങ്ങിപ്പോകുമല്ല, മറിച്ച് കൂടുതൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നു. അതിന്റെ തൊട്ട് താഴെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ മൂടുപടമൊക്കെ നീങ്ങിയ മുഖത്ത്. മോശയ്ക്ക് മൂടുപടം ഇട്ടുകൊണ്ടായിരുന്നു ആൾക്കാരെ കണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് മുമ്പാകെ ആണെങ്കിലും മനുഷ്യരുടെ മുമ്പാകെ ആണെങ്കിലും ഒരു മൂടുപടം, ഒരു മുഖം മൂടിയുടെ ആവശ്യമില്ല. മൂടുപടം എന്നുള്ള വാക്ക് ആ ജഡമാകുന്ന തിരശ്ശീലയും കുറിക്കുന്നതാ. അതെല്ലാം നീങ്ങി കർത്താവിലേക്ക് നോക്കുമ്പോഴാ മൂടുപടം നീങ്ങി പോകുന്നത് വെച്ചാൽ നമ്മുടെ ജഡം എവിടെ സറണ്ടേർഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ജഡത്തിന്റെ ആ ശക്തി അവിടെ അങ്ങ് നീങ്ങി പോവുക, ജഡം ചിന്തപ്പെടുകയാണ്. അവിടെ ആത്മാവില് യേശുവിന്റെ തേജസ്, അതിപരിശുദ്ധ സ്ഥലത്ത് യേശുവിന്റെ തേജസ്സിനെ കണ്ട് ആത്മാവില് വചനമാകുന്ന വചനത്തെ കണ്ണാടിയോട് ഉപമിച്ചിരിക്കുകയാണ് യാക്കോബ് 1:23. അപ്പം വചനമാകുന്ന കണ്ണാടിയിൽ യേശുവിന്റെ തേജസ്സിനെ നമ്മൾ കാണുന്നു. യേശുവിന്റെ ആ സൗമ്യതയും കാർക്കശ്യവും, പാപത്തിനെതിരെ പാരമ്പര്യത്തിനെതിരെയുള്ള കർത്താവിന്റെ തീക്ഷ്ണതയും കാർക്കശ്യവും ഒക്കെ കാണുന്നു. കർത്താവിന്റെ താഴ്മയും സ്നേഹവും മനസ്സിലും ഒക്കെ കാണുന്നു. ആ യേശുവിന്റെ തേജസ്സിനെ കണ്ട് കണ്ണാടി പോലെ കർത്താവിനെ കാണുകയും ആ തേജസ് പ്രതിബിംബിക്കുകയും ചെയ്യുന്നു. പ്രതിബിംബിക്കുന്നവരായി എന്നാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിൽ ബിഹോൾഡിങ്, കാണുന്നവരായി എന്ന് എഴുതിയേക്കുന്നത്. അപ്പം നമ്മളത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. കറ്റാപ്ട്രസോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ആ കറ്റാപ്ട്രസോ എന്നുള്ള വാക്കിന് കാണുക എന്ന അർത്ഥമുണ്ട്, പ്രതിബിംബിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം ഇപ്പം ഞാനാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കാണുകയും പ്രതിബിംബിക്കുകയും ചെയ്യുക എന്ന് എഴുതണം. അതാ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള പരിഭാഷ. ഇംഗ്ലീഷും മലയാളം കൂടി ചേർത്ത് വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പരിഭാഷ കിട്ടും. എന്താ, കർത്താവിന്റെ ആ വചനമാകുന്ന കണ്ണാടിയിൽ യേശുവിന്റെ തേജസ്സിനെ ഞാൻ കാണുകയും അതുപോലെ തന്നെ കർത്താവിന്റെ ആ തേജസ്, കർത്താവിന്റെ ആ സ്നേഹം, മനസ്സലിവ്, കർത്താവിന്റെ ആ സൗമ്യത, ശാന്തത, അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതെല്ലാം പ്രതിബിംബിക്കുന്നു. വെച്ചാൽ അത് പുറത്ത് പ്രകടമാകുന്നു. അങ്ങനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി, അതായത് പരിശുദ്ധാത്മാവിന്റെ ക്രിയയായാലും പരിശുദ്ധാത്മാവിന്റെ ദാനമായി, പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റായിട്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. മോശയുടെ തേജസ് എന്തുമായിരുന്നു? ഫെയ്ഡ് ചെയ്ത് പോവുമായിരുന്നു. ലൂമിനോസിറ്റി കുറഞ്ഞു വരുമായിരുന്നു. ചില ബൾബൊക്കെ കത്തി ഫെയ്ഡായി പോയി, പിന്നെ കത്തുന്നില്ല, ഫ്യൂസായി എന്ന് പറയുന്നത് പോലെ ഇത് പക്ഷെ അങ്ങനെയല്ല. കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് വരിക നമ്മൾ യേശുവിനെ നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ. യഥാർത്ഥത്തിൽ നമ്മുടെ വചനത്തിൽ ഓരോ ദിവസവും നിങ്ങൾ കുഞ്ഞുങ്ങളായാലും നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും വചനം ധ്യാനിക്കുന്നവരാണെന്ന് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ വചനം ധ്യാനിക്കുമ്പോഴും നമ്മൾ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴും ഒക്കെ ആത്മാവില് വചനമാകുന്ന കണ്ണാടിയിൽ യേശുവിൻ്റെ തേജസ്സിനെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്നു. അത് ബൈബിൾ വായിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെ നമുക്ക് ചില സമയത്ത് ക്ഷമിക്കാൻ പ്രയാസമുള്ള സാഹചര്യങ്ങൾ, ചില സമയത്ത് ചില കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ആകുല ചിന്തകൾ വരുന്നു, ചില കയ്പ് വരുന്നു, ചില അസൂയ വരുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ദുഷ്ടചിന്തകൾ വരുന്നു, അല്ലെങ്കിൽ ചില എന്താണ് പറയുന്നത്, അശുദ്ധ ചിന്തകൾ വരുന്നു. അങ്ങനെയൊക്കെയുള്ള പല കോപിക്കാനുള്ള ചിന്തകൾ, പ്രലോഭനം വരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വാശി പിടിക്കാൻ, കോപിക്കാൻ, നോ പറയാൻ, നമ്മൾ അനുസരിക്കാതിരിക്കാനൊക്കെയുള്ള പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ അവിടെ യേശുവിൻ്റെ തേജസ്, യേശു എങ്ങനെ അപ്പനമ്മമാർക്ക് കീഴടങ്ങി, യേശു എങ്ങനെ നല്ല ഒരു വിദ്യാർത്ഥിയായിട്ട് അന്ന് ഏറ്റവും നന്നായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ അങ്ങനെ അതുപോലെയൊക്കെയുള്ള യേശുവിൻ്റെ തേജസ്സിനെ പരിശുദ്ധാത്മ നമുക്ക് വചനമാകുന്ന കണ്ണാടിയിൽ നമ്മുടെ ആത്മാവിൽ നമുക്ക് കാണിച്ചു തരും. അപ്പം നമ്മൾ തേജസ് പ്രാപിച്ചു ഓരോ ദിവസവും ചെല്ലുന്തോറും എന്ത് ചെയ്യുക, തേജസ് കൂടി വരിക. അതായത് അതിന്റെ തൊട്ടടുത്ത അധ്യായത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഈ വഴിയെ സഞ്ചരിച്ച കർത്താവിന്റെ കൃത്യനായ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? 4:16 2 Corinthians 4:16
അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. ഈ പുറമേയുള്ള ത്വക്കിനൊന്നും തേജസ് ഒന്നും ഇല്ല. അതൊക്കെ ക്ഷയിച്ചു പോയിക്കൊണ്ട് ചുക്കി ചുളിഞ്ഞു വന്നുകൊണ്ടിരിക്കുക പ്രായം കൂടുന്തോറും. എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ബീങ് റിന്യൂഡ് ഡേ ബൈ ഡേ. നമ്മുടെ നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണെങ്കിൽ തേജസ്സിന്റെ നിത്യഘനം ഒക്കെ അത് കിട്ടുവാൻ ഇടയാക്കുന്നു എന്നൊക്കെ അതിന്റെ 17-ാമത്തെ വാക്ക്. അതുപോലെ അതാണ് ക്രിസ്തീയ ജീവിതത്തിനൊരു സൗന്ദര്യവും സൗരഭ്യവും. യേശുവിനെ പോലെ ആയിത്തീരും നമുക്ക് അധികം അധികം കർത്താവിന്റെ തേജസ്, കർത്താവിന്റെ താഴ്മ, കർത്താവിന്റെ ആ ഒരു കൃപയും സത്യവും നിറഞ്ഞവനായ കർത്താവ്. അപ്പം യേശു എങ്ങനെ കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു, അതുപോലെ കാന്തയും കൃപയും സത്യവും നിറഞ്ഞവരായിരിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടത്. നമ്മൾ തിരിച്ച് വെളിപാട് പുസ്തകത്തിലേക്ക് ഇനി നമ്മൾ തിരിച്ചു വരുക. വെളിപാട് പുസ്തകം 21:11 ഹാവിങ് ദി ഗ്ലോറി ഓഫ് ഗോഡ്, അതിന്റെ മലയാളത്തിൽ 10 ദൈവ തേജസ് ഉള്ളവളായിട്ട് ആ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി, വിലയേറിയ രത്നങ്ങളൊക്കെ വളരെ അത് ഒത്തിരി സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കാർബൺ മൂലകങ്ങൾ, കാർബൺ എന്നുള്ള എലമെന്റ് പല രീതിയിലൊക്കെ അത് റീഅറേഞ്ച്ഡ് ആവുമ്പോഴൊക്കെ വലിയ രത്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കൽക്കരിയും കാർബണാണ്, ചാർക്കോളും കാർബണാണ്, രത്നങ്ങളും കാർബണാണ്. കേട്ടിട്ടുണ്ടോ? കാർബൺ എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ടല്ലേ, നിങ്ങൾ കെമിസ്ട്രി ഒക്കെ പഠിക്കും. കെമിസ്ട്രി കാർബൺ. അപ്പോൾ കൽക്കരി, നമ്മുടെ ചാർക്കോൾ, കൽക്കരി കെട്ട പോലിരിക്കുന്ന കൽക്കരിയും കാർബണാ. വലിയ തിളങ്ങുന്ന വലിയ വിലയേറിയ രത്നങ്ങളും കാർബണാ. എന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിന്റെ കളർ. അപ്പോൾ രത്നത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതുപോലെ അത് തിളങ്ങും. കൽക്കരി അതുപോലെ കരിക്കട്ടയായിട്ടിരിക്കും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജഡത്തില് ജഡികമായ സ്വന്തം ഇഷ്ടത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ജഡത്തിന് ദുർഗന്ധവും കൽക്കരിയുടെ ആ ഒരു അവസ്ഥയിലായിരിക്കും. എന്നാൽ നാം സമ്പൂർണ്ണമായിട്ടും ദൈവം തന്നെ വിളിച്ചു നിർത്തുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഒരു വട്ടപൂജ്യമായിട്ട് നമ്മുടെ സ്വയത്തിന് അങ്ങ് മരിച്ചു കർത്താവ് ഞാനിനി ജീവിക്കുന്നില്ല, ക്രിസ്തു അത്ര ഇന്ന് ജീവിക്കുന്നു, ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് മനുഷ്യന്റെ മാനവും അവരെന്ത് പറയുന്നു ഇവരെന്ത് പറയുന്നു മറ്റേ അവരെന്നെ കുറിച്ച് എന്ത് പറയുന്നു അതിനെക്കുറിച്ചൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കർത്താവ്. ഞാൻ എല്ലാത്തിനും അങ്ങ് മരിക്കുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങളാവട്ടെ, ഈ ലോകത്തിന്റെ മാനമാവട്ടെ, ജഡിക സുഖങ്ങളാവട്ടെ, പണമാവട്ടെ, അതൊക്കെ എല്ലാം ലോകത്തിന് ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ സ്വയത്തെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ തേജസ് നിറഞ്ഞ് ഇത് രത്നം പോലെ, ഇതൊരു വലിയ വജ്രം, രത്നം, പ്രഷ്യസ് സ്റ്റോൺസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലായിത്തീരുന്നത്. അപ്പം എന്നെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുമ്പോൾ അത് വലിയൊരു പ്രഷറുണ്ട്, നമുക്കൊരു സമ്മർദ്ദമുണ്ട്, ഒരു ജഡത്തിലൊരു മരണം, ഒരു കഷ്ടമുണ്ട്. പല സമ്മർദ്ദത്തിലൂടെ ചില സമയത്ത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ അങ്ങ് ചിലരോട് ക്ഷമിക്കാൻ അങ്ങ് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കർത്താവേ എന്നാലും ആ ആൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇവരിങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായല്ലോ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങ് ഡൈജസ്റ്റ് ചെയ്യുമോ. എന്നാലും കർത്താവ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കർത്താവെ അങ്ങനെ അനുവദിച്ചു, എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ, പല കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങ് ചിലപ്പോൾ നമുക്ക് വേദന ഉണ്ടാക്കുന്ന, നമ്മുടെ ജഡത്തിന് നമ്മുടെ സ്വയത്തിന് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അവിടെ കർത്താവെ എന്നാൽ അവിടുത്തെ ബലമുള്ള കരത്തിൽ ഞാനങ്ങ് താണിരിക്കുന്നു. ഇവിടെ ബലമുള്ള കരത്തിൽ താണിരിക്കുന്ന കാര്യം പറയുന്നേ 1 പത്രോസ് 5:6 പറയുന്നേ, സബ്മിറ്റ് ഹംബിൾ യുവർ സെൽഫ് അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ് ആൻഡ് ഹി വിൽ എക്സോൾട്ട് യു. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബലമുള്ള കരത്തിന്റെ കീഴിൽ അങ്ങ് താണിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ എക്സോൾട്ട് ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ കൃപയും ജീവനും ഒക്കെ തന്ന രത്നത്തെ പോലെ നമ്മൾ തിളങ്ങാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഈ കാന്ത ഇത്രയും രത്നങ്ങളൊക്കെ ആയിട്ട് വിഭൂഷിതയായിട്ട് വന്നത്. അതാ 11-ാമത്തെ വാക്യം. നമ്മൾ എവിടെ ഇപ്പോൾ ഉള്ള വെളിപാട് കറന്റ് ലൊക്കേഷൻ എവിടെ? വെളിപാട് 21:11. അതിന് ജ്യോതിസ്, അതിന്റെ ബ്രില്യൻസ്, അതിന്റെ തിളക്കം ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ സ്ഫടിക സ്വച്ഛതയുള്ള അതിന് അവിടെ ഒരു ട്രാൻസ്പെറൻസി, സുതാര്യത, ഒരു കാപഡ്യം എല്ലാം ഇങ്ങനെ മറച്ചു ഒളിച്ചുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റീരിയസ്, ഒരു ആംബിഗ്വസ്, എന്തോ ഒരു എന്താണ് പറഞ്ഞേ, മിസ്റ്റീരിയസ് എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എന്താ പറയാ, എന്താ ഒരു രഹസ്യാത്മകമായ എന്തെങ്കിലും ഒരു നിഗൂഢത മാതിരിയുള്ള കാര്യങ്ങളെല്ലാം, മറിച്ച് ഒരു ട്രാൻസ്പെറൻസി, നമ്മളുടെ പുറമേയുള്ള ജീവിതം പോലെ തന്നെ അകമേയുള്ള ജീവിതവും കർത്താവിന് മുമ്പാകെ ആയിരിക്കുന്ന ഒരു ജീവിതം. അത് അങ്ങനെ ഒരു സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിൽ, ആ മതിലിന്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടു. അവിടെ ശരിക്കും ആ വൻമതിൽ കർത്താവ് തന്നെയാണ്. ആ മതിൽ തീ മതിലായിരിക്കും ഞാൻ നിങ്ങളുടെ ചുറ്റും, അവിടെ ഇസ്രായേലിന് ചുറ്റും എന്നാണ് സെഖര്യാവ് 2:5 പറയുമ്പോൾ, ഇന്ന് പുതിയ നിയമം ഇസ്രായേൽ സഭയാണ്. അത് ആത്യന്തികമായിട്ട് അത് പ്രാഥമികമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് തീ മതിലായിട്ട് നിൽക്കണം, പിന്നെ നമ്മുടെ കുടുംബത്തിൽ, പിന്നെ നമ്മുടെ സഭയിൽ. അങ്ങനെ
അങ്ങനെയുള്ള അനേക സഭകളെ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്താ തീമതിൽ എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ തീ വാളിന്റെ ജ്വാലയുമായി നിർത്തി കെരൂബുകൾ എല്ലാ വശത്തും തിരിയുന്ന വാളിന്റെ ജ്വാല എന്ന് പറയുമ്പോൾ ഒരു വാൾ എല്ലാ വശത്തും ഇങ്ങനെ തിരിഞ്ഞ് ജ്വാലയുള്ള ഒരു വാൾ എല്ലാ വശത്തും ഇങ്ങനെ തിരിയുവാണെങ്കിൽ അവിടെ ഒരു തീ മതിലായി അല്ലേ. കർത്താവിനൊരു തീ മതിലാക്കി വാളിന്റെ ജ്വാലയുമായി കെരൂബിനെ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ നിർത്തിയെന്ന് എവിടെ പറയുന്നേ? ഉൽപ്പത്തി 3:24 പറയുന്നുണ്ട്, ജെനസിസ് 3:24 പറയുന്നുണ്ട്. നമ്മളിപ്പോഴും പറയുന്ന വാക്യമാണ് അത് അല്ലേ. അപ്പൊ ആ വാളിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയാകുന്ന വിശുദ്ധാത്മാവിന്റെ ജ്വാലയോടുകൂടി വചനത്തിന്റെ വാളുമായിട്ട് കെരൂബ് നിൽക്കുമ്പോൾ അത് എല്ലാ വശത്തേക്കും കറങ്ങുമ്പോൾ അതൊരു തീ മതിലായി തീർന്നു. കർത്താവിനാണ് ആ തീ മതില്. അതില് നിങ്ങളുടെ നടുവിലുള്ള മഹത്വവും ഞാനായിരിക്കും, നിങ്ങൾക്ക് ചുറ്റുമുള്ള തീ മതിലും. ഐ വിൽ ബി വാൾ ഓഫ് ഫയർ ഇൻ യുവർ മിഡ്സ്റ്റ് ആൻഡ് ഐ വിൽ ബി ദ ഗ്ലോറി ഇൻ യുവർ ഐ വിൽ ബി എ വാൾ ഓഫ് ഫയർ അറൌണ്ട് യു ആൻഡ് ദ ഗ്ലോറി ഇൻ യുവർ മിഡ്സ്റ്റ്. നമ്മൾ സെക്രിയാവ് 2:5 വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും ആ ഒരു കർത്താവിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലും സഭയോടുള്ള ബന്ധത്തിലും ഒക്കെ ആ ഒരു സെപ്പറേഷൻ, എപ്പോഴും ഒരു സെപ്പറേഷനെ കുറിക്കുന്നത്. ലോകത്ത് നിന്ന് വേർപെട്ടിരിക്കുവിൻ, അശുദ്ധമായതൊന്നും തൊടരുത്, നിങ്ങൾ വേർപെട്ടിരിക്കുവിൻ, ബി സെപ്പറേറ്റ് എന്ന് എവിടെ പറയുന്നേ? 2 Corinthians 6 പറയുന്നുണ്ട്. നമ്മള് ശ്രീയുടെ പലപ്പോഴും ആ വാക്യം ദൈവം സംസാരിച്ച വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ദൈവവചന പ്രകാരം ദൈവഹിത പ്രകാരമുള്ള വിവാഹത്തിലേക്ക് കടന്നു വരാനൊക്കെ ദൈവം സ്ത്രീകളെ ബലപ്പെടുത്തിയ ഒരു വാക്യമായിട്ട് പലപ്പോഴും പറയാറുള്ള വാക്യം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ആ ഒരു വേർപാടിനെ കുറിക്കുന്ന ഒരു വാക്യം 2 Corinthians 6:17 വാക്യം. കം ഔട്ട് ഫ്രം ദ മിഡ്സ്റ്റ്. ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശരിയാണ്, ലോകത്ത് നമ്മൾ ജീവിക്കുന്നു, നമ്മളെല്ലാവരും സ്നേഹിക്കുന്നു. പക്ഷേ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും നമുക്ക് അതിൽ തന്നെ അങ്ങ് കൂടിയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് ചിലപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. കൂട്ടുകാരന്മാര്, അല്ലെങ്കിൽ വേറെ അതുപോലെയൊക്കെയുള്ള നമ്മുടെ സഹപ്രവർത്തകര്, നമ്മുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, ചിലപ്പം ചിലർ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ചിലപ്പം ചിലർ സിനിമാ കഥകളോ പല അദ്വയാർത്ഥ പ്രയോഗങ്ങളോ, അല്ലെങ്കിൽ സമയം വെറുതെ ചിലപ്പോൾ വേറെ ഒന്നും കാണത്തില്ല, വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്ന, വെറുതെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെ നമുക്ക് കർത്താവിന്റെ കൂട്ടായ്മയിൽ ഇരിക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്ന ആ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ്. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ സർവശക്തനായ എന്നുള്ള ആ പ്രയോഗം, പാൻഡാക്രറ്റോർ എന്നുള്ള ആ ഒരു ഗ്രീക്കിലെ വാക്ക് പുതിയ നിയമത്തിൽ ആകപ്പാടെ 10 തവണയേ ഉള്ളൂ. അതിൽ 9 തവണ അത് വെളിപാട് പുസ്തകത്തിൽ അല്ലാതെ ഒരേ ഒരു തവണ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ 2 Corinthians 6:18 വാക്യത്തിലാണ് പറയുന്നത്. അപ്പൊ ആ സർവശക്തനായ ദൈവത്തിന്റെ ആ ശക്തി ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു തീം അതിലായിട്ട് കഥ നമുക്ക് ചുറ്റുമായിരിക്കും. നമ്മളെ കാന്തയെക്കുറിച്ച് ഉത്തമഗീതത്തിൽ വായിക്കുമ്പോഴും കാന്ത ഒരു അടയ്ക്കപ്പെട്ട പൂന്തോട്ടത്തോടെ, എല്ലാവർക്കും ഇങ്ങനെ കയറി ഇറങ്ങി നിറങ്ങുന്ന ഒരു പൂന്തോട്ടമല്ല, മറിച്ച് എന്താ കാന്തനായിട്ട് മാത്രമുള്ള ഒരു പൂന്തോട്ടം. അതാണ് നമ്മള് ഉത്തമഗീതം സോങ് ഓഫ് സോങ്സിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ 4ാമത്തെ അധ്യായത്തിൽ എൻ്റെ 12ാമത്തെ വാക്യം, എൻ്റെ സഹോദരി എൻ്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടവാ. ഗാർഡൻ ലോക്ഡ് ഇസ് മൈ സിസ്റ്റർ. എ റോക്ക് ഗാർഡൻ ലോക്ഡ്, എ സ്പ്രിംഗ് സീൽഡ് അപ്പ്. അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. അത് കാന്തന് വേണ്ടി മാത്രമുള്ളത്, ആർക്കെങ്കിലും ഒക്കെ കയറി ഇറങ്ങി നിറങ്ങാനുള്ളതല്ല. ലോകത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മള് ആ ഒരു ഉത്തമഗീതം 7ാം അധ്യായത്തിന്റെ അവസാനത്തെ ആ വാക്യങ്ങളിലും പെൺകുട്ടികളെ കുറിച്ച് എസ്പെഷ്യലി പറയുമ്പോൾ അവിടെ ഉത്തമഗീതം 8 അതിന്റെ 2 തരത്തിലുള്ള സഹോദരിമാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊരു മതില് പോലെയുള്ള അല്ലെങ്കിൽ ചുവര് പോലെ മതില് പോലെയുള്ള സഹോദരി, മതില് പോലെയുള്ള ഒരു പെൺകുട്ടി, പിന്നെ എന്താ ഡോറ് പോലെ, വാതില് പോലെ ഒരു പെൺകുട്ടി. അത് നമ്മളവിടെ വായിക്കുന്ന അതിന്റെ 9-10 വാക്യങ്ങളിലൊക്കെ. അതെ, അവിടെ ഒരു മതിലെങ്കിൽ അതിന്മേലൊരു വെള്ളി മകുടം പണിയാമായിരുന്നു. പെൺകുട്ടികൾ എസ്പെഷ്യലി അവരൊരു മതിലായിരിക്കണം എന്ന് പറഞ്ഞാല് ആർക്കും, ഇപ്പൊ ഒരു വാതിലുണ്ടെങ്കിൽ ആർക്കും അങ്ങോട്ടെങ്കിലും കയറിപ്പോവാം. മതിലാണെങ്കിൽ എന്ത് പറ്റും? മതിൽ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ പെൺകുട്ടികൾ എസ്പെഷ്യലി ആ ഒരു
ഓഫ് കോഴ്സ് ആൺകുട്ടികളാണെങ്കിലും എതിർലിംഗത്തോടൊരു ആരോഗ്യകരമായ ഒരു അകലം പാലിക്കണം എന്ന് നമ്മൾ യുവാക്കളോടൊക്കെ പറയുമ്പോൾ എന്താ മതിലെന്ന് പറയുമ്പോൾ അവിടെ ഒരു ആരോഗ്യകരമായ അകലം അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ അങ്ങനെ ആൾക്കാരോട് അങ്ങ് ഫ്രീ ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു മതില്. എന്നാൽ അത് മതിലാണെങ്കിൽ ഇഫ് ഷീസ് എ വോൾ വിൽ ബിൽഡ് ഓൺ ഹെർ എ ബാറ്റിൽമെന്റ് ഓഫ് സിൽവർ. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് അവിടെ അഭിനന്ദിക്കണം. വെള്ളിമകുടം പണിയാമായിരുന്നു. 9ാമത്തെ വാക്യം. ഒരു വാതിലെങ്കിൽ ദേവദാരു പലക കൊണ്ട് അടയ്ക്കാമായിരുന്നു. വിൽ ബാരിക്കേഡ് വിത്ത് പ്ലാങ്സ്, ബാരിക്കേഡ് ഹെർ വിത്ത് പ്ലാങ്സ് ഓഫ് സെഡാർ. അപ്പം അതിന്റെ 9ാമത്തെ വാക്യം, ഉത്തമഗീതം 8ന്റെ 9ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത്. ദേവദാരുക്കളെ കൊണ്ട് അടച്ച് ആ വാതിലൊക്കെ ഒരു മതിൽ പോലെ ആക്കിക്കണം. അല്ലെങ്കിൽ ചില ആ ഒരു മറ്റുള്ളവരുടെ ഇടപെടലുകളിലൊക്കെ നമ്മളിപ്പം നമ്മള് ലോകത്തോടുള്ള വേർതിരിവ് എന്നുള്ളൊരു ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു നമ്മളെ ലോകത്തിലുള്ള പല കാര്യങ്ങളോട് നമ്മൾ ഇടപെടുന്നു, സംസാരിക്കുന്നു, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു. പക്ഷെ എന്നാൽ ആ ഒരു ജ്ഞാനത്തോടെയുള്ള ഒരു വേർതിരിവ് ലോകത്തിൻ്റെതല്ല ഞാൻ. ലോകത്തിന്റെ സൗന്ദര്യവും ഫാഷനുകളും സ്റ്റൈലുകളും ഡ്രസ് കോഡുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും അല്ല എനിക്കുള്ളത്. ഐ ആം ഡിഫറെൻറ്റ്, ഞാൻ വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന ഒരു കാന്ത. അത് ഗാർഡൻ ലോക്ക്ഡ്, അവിടെ ഒരു മതിലുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. തിരിച്ച് നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ വൻമതിലിന്റെ കാര്യം, അതിന് പൊക്കമുള്ള വൻമതിൽ, നമ്മൾ തിരിച്ച് കറണ്ട് ലൊക്കേഷൻ എവിടെ എത്തി? വെളിപാട് പുസ്തകം 21ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യം. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് 12 ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. 12 ഗേറ്റ്സ്. ആ ഗോപുരം എന്നുള്ളത് ഗേറ്റുകൾ, വാതിലുകളുണ്ട്. ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുണ്ട്. ആ ദൂതന്മാർ എന്നുള്ള വാക്ക് അത് സ്വർഗീയ മാലാഖമാരായിരിക്കാം. ദൂതന്മാർ എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ ആംഗലാസ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അവിടെ അത് സ്വർഗീയ മാലാഖമാരെ കുറിക്കുന്ന വാക്കാകാം, അല്ലെങ്കിൽ സ്വർഗീയ ദൂതന്മാരെന്ന് പറയുമ്പം എന്താണ് പറയുന്നത്, സഭയിലെ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോൾ ആ ആംഗലാസ് എന്ന് പറയുന്ന അതേ വാക്ക് തന്നെ വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ദൈവത്തിന്റെ ദാസന്മാരെ കുറിക്കുന്ന ഒരു വാക്കുമാകാം, അത് സ്വർഗീയ മാലാഖമാരെ കുറിക്കുന്ന വാക്കും ആകാം. അത് എന്താണെന്നുള്ള കാര്യം നിത്യതയിൽ നമുക്കറിയാം. അവിടെ കർത്താവിന്റെ ദാസന്മാരായിട്ടുള്ള മനുഷ്യരാണോ അവിടെ നിൽക്കുന്നത്, അത് സ്വർഗീയ മാലാഖമാരാണോ? ഏതായാലും 12 ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേര് കുത്തിയിട്ടുമുണ്ട്. അപ്പം ഇസ്രായേൽ മക്കള് ശരിയാണ്, ഇതിപ്പം കാന്തയൊക്കെയാ, പുതിയ നിയമത്തിന്റെ കാന്ത. അപ്പം പക്ഷെ അവിടെ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുണ്ട്. അതായത് യാക്കോബിന്റെ മക്കളായിട്ടുള്ള 12 ഗോത്രങ്ങൾ. ആ 12 ഗോത്രങ്ങളുടെയും പേര് കൊത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പഴയ നിയമ ഭക്തന്മാരും ഈ കാന്തയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. നമ്മള് അന്തിമവിജയം പുസ്തകത്തിൽ നമ്മളത് വായിച്ചു. പഴയ നിയമ ഭക്തന്മാർ, അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കർത്താവിന്റെ കാന്തയാകാൻ പുതിയ നിയമത്തിലെ ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുണ്ടായിരുന്നെങ്കിൽ ദൈവം പക്ഷഭേദം ഉണ്ടായതെന്ന് പറയേണ്ടി വന്നേനെ അല്ലേ? ഒന്ന് ചിന്തിച്ചാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധ്യത്തിൽ ചിന്തിച്ചാൽ കർത്താവിനോട് ഏറ്റവും അടുത്ത കാന്തയായിട്ട് നിത്യതയിൽ ഇരിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ളവർ മാത്രമാണെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ആൾക്കാരെന്തോ ദൂരെ മാറി നിൽക്കേണ്ട ആൾക്കാരാണോ? അല്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ ദൈവം പാർഷ്യാലിറ്റിയിൽ, ദൈവത്തിന് പക്ഷഭേദമില്ല, മുഖപക്ഷമില്ല. ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് ബൈബിളിൽ വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു വാക്യമാണ്. നമ്മൾ ഗലാത്യർ 2:6 വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10:35 വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? ദൈവത്തിന് മുഖപക്ഷമില്ല. ഇവൻ റോമർ 2:11 വായിക്കുന്നുണ്ട്. ഞാൻ ഈ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. അങ്ങനെ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ള കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ റോമർ 2:11, ഗലാത്യർ 2:6, അപ്പോസ്തലപ്രവൃത്തി 10:35 നമ്മൾ വായിക്കുന്നത് എന്താ? ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല. ദൈവം ആരും മുഖം നോക്കുന്നില്ല എന്ന ഗലാത്യർ 2:6 പ്രോസപ്പോൺ എന്നുള്ള വാക്ക്. പ്രോസപ്പോൺ എന്ന് പറഞ്ഞാൽ ഫേസ്. ദൈവം മുഖം നോക്കുന്നില്ലെന്ന് അവിടെ ഗലാത്യർ 2:6 ശരിക്കും അത് മലയാളം പരിഭാഷയിൽ കുറച്ചുകൂടെ അക്ഷരികമായിട്ട് നന്നായിട്ട് അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ NASB അവർ കുറച്ചൊന്ന്
പാരഫ്രൈസ് ചെയ്ത് ഗോഡ് ഷോസ് നോ പാർഷ്യാലിറ്റി എന്നങ്ങ് എഴുതിയേക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ മുഖം നോക്കുന്നില്ല. ഈ മുഖം നോക്കിയല്ല ഇപ്പം ചില ചില ടീച്ചർമാരുണ്ട് മുഖം നോക്കി മാർക്ക് ഇടും എന്ന് പറഞ്ഞാൽ ചിലരോട് അവർക്കൊരു പക്ഷഭേദമുണ്ട്. പക്ഷെ ഇതങ്ങനെ ദൈവത്തിന് മുഖപക്ഷമില്ല. ഗോഡ് ഷോസ് നോ പാർഷ്യാലിറ്റി എന്നുള്ളത് ലംബാനോ പ്രോസപ്പോൺ. ലംബാനോ എന്ന് പറഞ്ഞാൽ ടേക്ക് അക്സെപ്റ്റ് എന്നുള്ള അർത്ഥം. പ്രോസപ്പോൺ എന്ന് പറഞ്ഞാൽ ഫേസ്. ഗ്രീക്കിൽ അതാ എഴുതിയിരിക്കുന്നത്. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല എന്ന് മലയാളത്തിൽ അത് സത്യവേദ പുസ്തകത്തിൽ അവിടുത്തെ പരിഭാഷ. സത്യവേദ പുസ്തകത്തിലെ ബാക്കി ഒരുപാട് സ്ഥലങ്ങളിലെ പരിഭാഷയിൽ പല ഇങ്ങനെ വൈകല്യങ്ങൾ, ചില കുറവുകൾ എല്ലാ പരിഭാഷകളിലുള്ളതുപോലെ ഉണ്ട്. എന്നാൽ അവിടെ ആക്യുറേറ്റ് ആയിട്ട് NSB-യെക്കാട്ടിൽ ആക്യുറേറ്റ് ആയിട്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിനെക്കാട്ടും ആക്യുറേറ്റ് ആയിട്ട് സത്യവേദ പുസ്തകത്തിലെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം മനുഷ്യനെ മുഖം നോക്കുന്നില്ല. ഗലാത്യർ 2:6. അപ്പം പഴയ നിയമഭൃത്യനാണോ പുതിയ നിയമഭൃത്യനാണോ എന്നുള്ളതല്ല, അവർക്ക് ഉള്ള വെളിച്ചത്തിൽ അവർ പരിപൂർണമായിട്ടും വിശ്വസ്തരായിരുന്നു. നമ്മളുടെ വചനജ്ഞാനമോ നമ്മൾ എവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതോ, നമ്മൾ എന്ത് സാഹചര്യങ്ങളും, നമ്മൾ ആണാണോ പെണ്ണാണോ, നമ്മൾ ഏത് വർഗ ഭേദമന്യേ ജാതി മത വർഗ വർണ്ണ ലിംഗ ഭേദമന്യേ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ദൈവത്തിനൊന്നും വിഷയമല്ല. നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തോടെ നമ്മൾ പരിപൂർണമായിട്ടും വിശ്വസ്തരായിരുന്നു. അതിനായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതോ നമ്മുടെ ഇങ്ങനെ പാതി ലോകത്തിന് പാതി ദൈവത്തിന് നമ്മളതിന് പൂർണ്ണരാണെന്നല്ല, പക്ഷേ എങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ദാഹവും വാഞ്ചയും അതുപോലൊരു നിരന്തരമായിട്ടുള്ളൊരു സമർപ്പണവും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കാന്തയുടെ ഭാഗമായിട്ടുള്ളൂ. കാന്തയെക്കുറിച്ചുള്ള പിന്നീടുള്ള വർണ്ണനയൊക്കെ നമ്മൾ കാണുമ്പോഴും അങ്ങനെയുള്ള ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ളവർ മാത്രമാണ് കാന്തയുടെ ഭാഗമാവുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഈ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരായിട്ട് സദ്യ കൊണ്ടിട്ട് പോവാം. സദ്യ കൊണ്ട് പോവുമല്ല, സദ്യ കൊണ്ട് അവരെ സദ്യ കൊണ്ടിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞത് എവിടെ നിന്നാ പറഞ്ഞേ? വെളിപാട് 19:8 വാക്യത്തിലാണ് അത് പറയുന്നത് അല്ലേ? നമ്മൾ പലപ്പോഴും ഇത് വായിച്ച് 9 വാക്യത്തിൽ, വെളിപാട് 19:9. പിന്നെ അവന് എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. നമ്മൾ ക്ഷണിക്കപ്പെട്ടവരും ഉണ്ട്, കാന്തയായിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ ക്ഷണിക്കപ്പെട്ടവരൊക്കെ പഴയ നിയമത്തിലെ ആൾക്കാർ, ഞങ്ങൾ പുതിയ നിയമത്തിലെ എല്ലാ വിശ്വാസികളാണ്. കാന്തയാന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ പക്ഷഭേദമാണെന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോ ഇവിടെ ഇപ്പം കണ്ട സൂചന പോലെ അവിടെ ആ ഗോപുരങ്ങളിലൊക്കെ 12 ഗോത്രങ്ങളുടെ, ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര് കുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ആ ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര് കുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരും ഈ കാന്തയുടെ ഭാഗമാണെന്നുള്ളൊരു സൂചനയാണ് നമ്മളവിടെ കാണുന്നത്. പല നമ്മളെ നമ്മുടെ അന്തിമവിജയം പുസ്തകത്തിൽ സാഗ്നർ എഴുതിയിട്ടുള്ളതുപോലെ ഡിസ്പെൻസേഷണൽ ബൈബിൾ സ്കോളേഴ്സ് ഒക്കെ വേറെ രീതിയിലൊക്കെ പറയുമായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള പല തിയോളജിക്കാരും അങ്ങനെയൊക്കെയുള്ള പല ഡിസ്പെൻസേഷണൽ ബൈബിൾ സ്കോളേഴ്സിന്റെ മലയാളം പരിഭാഷ എന്തോ എഴുതി വെച്ചേക്കുന്നതെന്ന് ജോജിബർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. അതായത് പഴയ നിയമ വിശുദ്ധന്മാരുണ്ടെന്ന് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യുഗപരമായ ഇടപാടുകളെ കുറിച്ച് പരിജ്ഞാനമുള്ള ബൈബിൾ പണ്ഡിതന്മാർ, അതാ ഡിസ്പെൻസേഷണൽ തിയോളജിയൻസ് ഒക്കെ വേറെ രീതിയിലൊക്കെ പറയുമായിരിക്കും. പക്ഷെ അവരെന്ത് പറഞ്ഞാലും ഇത് അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് ഓൾസോ വിൽ ബി പാർട്ട് ഓഫ് ദി ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളൊരു കാര്യമാണ്. ഇന്ന് ക്ഷണിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അത് 60 മീനിയും 30 മീനിയൊക്കെ വിളയുന്നവരാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കാൻ വിട്ടുപോയൊരു റെഫറൻസ്, നമുക്ക് നോക്കാൻ സമയം കിട്ടാത്ത റെഫറൻസ്, യെശയ്യാവ് 60-ാം അധ്യായത്തിൽ ഇവിടെ നമ്മൾ 2 കാര്യം വായിക്കുന്നുണ്ട്. എന്തൊക്കെയാ? മതിലുകള്, ഗേറ്റുകള്. മലയാളം പരിഭാഷയിൽ ഗേറ്റിന് പകരം ഗോപുരം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിലെ ഹൈ വാൾ ആൻഡ് 12 ഗേറ്റ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ആ ഗോപുരം എന്നുള്ളതിന് ഗേറ്റ് എന്നുള്ളൊരു വാക്കാ, വാതില്, ഗേറ്റ് എന്നുള്ളൊരു വാക്കാ നമ്മൾ അവിടെ വെളിപാട് 12-ന്റെ 12 വെളിപാട് 21:12 നമ്മൾ കാണുന്നത്. ഞാൻ ആ ഗേറ്റ്സ് എന്നുള്ള വാക്ക് ഗ്രീക്കിൽ എന്താണെന്നുള്ള കാര്യം ഞാൻ ഇപ്പം തന്നെ ലൈവായിട്ടൊക്കെ നോക്കട്ടെ. നമ്മുടെ BLB ബൈബിൾ ആപ്പ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നോക്കാം. പൈലോൺ എന്ന് പറഞ്ഞൊരു വാക്കാ. പൈലോൺ എന്നുള്ള വാക്ക് അവിടെ ലാർജ് ഗേറ്റ് ഓഫ് എ പാലസ്, ഫ്രണ്ട് പാർട്ട് ഓഫ് എ ഹൗസ് ഇൻ ടു വിച്ച് വൺ എൻറ്റേഴ്സ് ത്രൂ ഗേറ്റ്, പോർച്ച്. ഗേറ്റ് എന്നുള്ള വാക്കാ KJV-യിലും ഉപയോഗിച്ചിട്ടുള്ളത്. മലയാളത്തിൽ പക്ഷെ അത് ഗോപുരം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് ഇപ്പം കാണുന്നത്. അപ്പം 12 ഗോപുരം എന്നുള്ളത് ശരിക്കും 12 വാതിലുകളും, വൻ വാതിലുകൾ. അതായത് വലിയ ഗേറ്റിന് പറയുന്ന ലാർജ് ഗേറ്റ് ഓഫ്, ഈ കൊട്ടാരത്തിനൊക്കെ വലിയ ഗേറ്റിന് പറയുന്ന പൈലോൺ എന്ന് പറഞ്ഞൊരു വാക്കാ അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സത്യവേദ പുസ്തകത്തിൽ ഒരു നല്ല പരിഭാഷയുണ്ടെന്ന് ഞാൻ ഗലാത്യർ 2:6 പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇപ്പം ചില ഇവിടെ സത്യവേദത്തിന്റെ പരിഭാഷ അത്ര അങ്ങ് പോരാന്നാണ് മനസ്സിലാക്കുന്നത്. 12 ഗോപുരം എന്നുള്ളത് 12 വൻവാതിലുകൾ എന്നുവെച്ചാൽ ഗേറ്റ് മാതിരിയുള്ള, ഡോറല്ല ഗേറ്റ്, വലിയ വാതിലുകളുണ്ട് എന്നുള്ളൊരു. ആ ഗോപുരം എന്ന് ഉദ്ദേശിക്കുന്നത് ഓഫ് കോഴ്സ് ഗോപുരം എന്നുള്ള വാക്ക് മലയാളത്തിൽ
അവർ വലിയ വാതിലിനെ ഗേറ്റിന്റെ മലയാളമായിട്ട് ഗോപുരം എന്നുള്ള വാക്കുകൊണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഗോപുരം എന്നൊക്കെ ആൾക്കാർ പറയുമല്ലോ. അപ്പൊ ആ വലിയ ഒരു വാതിലിനെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതാണ് ഗേറ്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം യെശയ്യാവ് 60 അധ്യായത്തിന്റെ അപ്പം ആ ഒരു മലയാളം വാക്കിന്, ഗോപുരം എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇപ്പൊ പരിഭാഷയുടെ കുഴപ്പമില്ല, നമുക്ക് എന്റെ മലയാളം പരിജ്ഞാനത്തിന്റെ കുഴപ്പമാണ്. 12 ഗോപുരം അല്ലെങ്കിൽ 12 വലിയ ഗേറ്റുകളുണ്ട്. അപ്പം യെശയ്യാവ് 60 അധ്യായത്തിന് 18 വാക്യം, യെശയ്യാവ് 60 അധ്യായത്തിന് 18 വാക്യത്തിൽ ഈ മോളും ഗേറ്റും രണ്ടും പറയുന്ന ഒരു വാക്യം പഴയ നിയമത്തില് പരിശുദ്ധാത്മാവ് കർത്താവ് വരുന്നതിന് 700 വർഷങ്ങളോളം മുമ്പ് യെശയ്യാവിലൂടെ പ്രവചിച്ചിരുന്ന ഒരു കാര്യം. യെശയ്യാവ് 60 അധ്യായത്തിന് 18 വാക്യം, അവിടെ സിയോനിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗവാ. ദ ഗ്ലോറി ഓഫ് സിയോൻ അല്ലെങ്കിൽ സയൻ, അതൊക്കെയാണ് നമ്മൾ യെശയ്യാവ് 60 ആ ഒരു ഹെഡിങ് ആയിട്ട് തന്നെ വായിക്കുന്നത്. യെശയ്യാവ് 60 അധ്യായം എല്ലാവരും എടുത്തല്ലോ, ഐസയ്യാ ചാപ്റ്റർ 60 അതിന്റെ 18 വാക്യത്തിൽ എന്താ പറയുന്നത്? ഇനി നിന്റെ ദേശത്ത് സാഹസം അല്ലെങ്കിൽ വയലൻസ് വിൽ നോട്ട് ബി ഹേർഡ് അഗെയിൻ ഇൻ യുവർ ലാൻഡ്. സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. യഥാർത്ഥത്തിലുള്ള ദൈവസഭയിൽ ഈ വയലൻസും ഡെവസ്റ്റേഷനോ ഡിസ്ട്രക്ഷനോ ഒന്നും നിന്റെ അതിരുകൾക്കുള്ളിൽ കാണത്തില്ല. യഥാർത്ഥത്തിലുള്ള ദൈവസഭയില്, ദൈവഭവനത്തില്, ദൈവമകളുടെ ജീവിതത്തില്. അതാ ഒരു 3 തരത്തിലൊക്കെ നമുക്ക് എടുക്കാം. നമ്മളുടെ ജീവിതം, നമ്മളുടെ കുടുംബം, നമ്മളുടെ സഭയില് സാഹസവും ശൂന്യവും നാശവും ഒക്കെ ആത്മീയമായിട്ട് പറയുമ്പം ശരിക്കും ഭൗതികമായിട്ടുള്ള ചില നാശങ്ങളോ കാര്യങ്ങളോ ഒക്കെ ദൈവം അനുവദിക്കുന്നത് പോലെ യോബിന്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ചതുപോലെ സംഭവിക്കാം. പക്ഷെ ആത്മീയമായിട്ട് അതൊന്നും ഇല്ലാതെ നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും. അപ്പം ഇതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വലിയ മതില് ദൈവം നമുക്ക് തരുവാണ്. 3 ഫോൾഡ് ഫെൻസാണ് യോബിന് കൊടുത്ത്. യോബിന്റെ പുസ്തകം 1:10 നമ്മൾ 3 ഫോൾഡ് ഫെൻസാണ് ഈ മതിൽ എന്ന് പറയുമ്പോൾ. ആ മതിലിന് തന്നെ 3 ഫോൾഡുള്ള ഫെൻസാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. എന്താ അത് നമ്മളുടെ വസ്തുവകകൾ ഒരു വേലി, പിന്നെ രണ്ടാമത്തെ വേലി നമ്മളുടെ കുടുംബം, നമ്മളുടെ ഫാമിലി, നമ്മുടെ ഹൗസ് ഹോൾഡ്, നമ്മുടെ കുടുംബാംഗങ്ങള്, പിന്നെ നമ്മൾ തന്നെ. അപ്പൊ ആ 3 ഫെൻസസ് ഉണ്ടെന്നാ ഇവിടെ പറയുന്ന യോബ് 1:10 നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? ഇവിടെ യെശയ്യാവ് 60:18 നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും. മതിലുകൾക്ക് രക്ഷ എന്ന പേരെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് സാൽവേഷൻ. എന്തിൽ നിന്നുള്ള രക്ഷയാ? ലോകത്തിൽ നിന്നുള്ള രക്ഷ. എന്നുവെച്ചാൽ മതിലെന്ന് പറയുമ്പോൾ ലോകത്തിൽ നിന്നുള്ള ഒരു വേർതിരിവാണ്. അപ്പം ലോകത്തിൽ നിന്നുള്ള രക്ഷ, പാപത്തിൽ നിന്നുള്ള രക്ഷ, ജഡത്തിൽ നിന്നും പിശാചിന്റെ അധീനതയിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള ആ രക്ഷ, ലോകം ജഡം പിശാചിൽ നിന്നുള്ള ഒരു രക്ഷ, അതാണ് മതിലുകൾ. അതാ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേര്. വാതിലുകൾ അവിടെ നമ്മുടെ സ്തോത്രത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. നമുക്ക് ആ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? 100-ാം സങ്കീർത്തനത്തില് ഐ വിൽ എൻറ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിംഗ് ഇൻ മൈ ഹാർട്ട് എന്നും പറഞ്ഞാണല്ലോ നമ്മൾ പാടുന്നേ. 100-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി വരുവിൻ. അവർ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. നമ്മള് ഒരു പരാതിയും പെറുവെറുപ്പും ഒക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അങ്ങ് കടന്നു വരാൻ പറ്റത്തില്ല. മറിച്ച് നമ്മളെ തന്നെ താഴ്ത്തി പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, പരിശുദ്ധാത്മാവ് സ്തോത്രത്തിന്റെ നന്ദിയുടെ ആത്മാവാണ്. അപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. അത് സ്തോത്രത്തോടെ. അതാ മതിലുകൾക്ക് രക്ഷയെന്നും പിന്നെന്താ നമ്മൾ വായിച്ചേ? അതിന്റെ വാതിലുകൾക്ക് അല്ലെങ്കിൽ ഗേറ്റ്സിന് പ്രൈസ്, സ്തുതി എന്നും ഈ പേര് പറയും. നമ്മളുടെ ഗേറ്റിലൂടെ ആ സ്തുതിയുടെ ആത്മാവുള്ളവർക്ക് നമ്മളുടെ ഗേറ്റിലൂടെ നമ്മളുടെ സഭയ്ക്കകത്തോട്ട് നമ്മുടെ സഭയുടെ ഭാഗമായിട്ടായി തീരാനൊക്കെ ഉള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മളും സഭയുടെ കുടിവരവിലേക്ക് വരുമ്പോഴും ഒക്കെ എപ്പോഴും നമ്മൾ സഭയുടെ ഭാഗമായിട്ടായിരിക്കുന്നു. എന്നാൽ നമ്മൾ കുടിവരവിലേക്ക് ആ ഒരു സ്തോത്രത്തോടെ നമ്മളുടെ മീറ്റിങ്ങുകളിൽ നമ്മൾ ഒരു പരാതിയും പെറുവെറുപ്പും അങ്ങനെയൊക്കെ വീഴ്ചയും പിണക്കുമായിട്ടല്ല, മറിച്ച് സ്തോത്രത്തോടെ നന്ദിയോടെ നമ്മൾ പാട്ടുകളൊക്കെ പാടി തുടങ്ങുമ്പോൾ തന്നെ സ്തോത്രത്തിന്റെ പാട്ടുകളൊക്കെ നമ്മൾ കഴിവതും നമ്മൾ ആദ്യത്തെ പാട്ടുകളായിട്ടൊക്കെ നമ്മൾ പാടാറുള്ളത് അല്ലേ? അതാ നമ്മൾ വായിക്കുന്ന സ്പിരിറ്റ് ഓഫ് പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിങ്. അതിന്റെ ആ പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിങ്, സ്തോത്രവും സ്തുതിയുടെ ഓപ്പോസിറ്റ് എന്താണെന്ന് വെച്ചാൽ പരാതിയും പെറുവെറുപ്പും. അത് നമുക്കറിയാം. എവിടെ പരാതിയും പെറുവെറുപ്പും കൂടാതെ, പരാതിയും പെറുവെറുപ്പും വാദമൊന്നും ചെയ്യാതെ ചെയ്യണമെന്ന് ഇവിടെ പറയുന്നത്. ഫിലിപ്പിയർ 2:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഡു എവറിത്തിങ് വിതൗട്ട് ഗ്രംബ്ലിംഗ് ഓർ ഡിസ്പ്യൂട്ടിങ്.
പല എല്ലാത്തിനും നമുക്ക് അതങ്ങനെ സംഭവിച്ചു, ഇതിങ്ങനെ, അതങ്ങനെയാണ്, അതങ്ങനെ, അല്ലാതെ ഒരു പരാതിയും വെറുവെറുപ്പും നമ്മുടെ ജഡത്തിൽ എപ്പോഴും ഉള്ളത്. ഇനിയിപ്പോൾ എല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും സമ്പൂർണ്ണമായിട്ട് നടന്നാലും നമുക്ക് പരാതിയും വെറുവെറുപ്പേ ഉള്ളൂ നമ്മുടെ ജഡത്തിന്. കർത്താവിനെ ഇപ്പോൾ ഏറ്റവും പരിപൂർണ്ണമായ കർത്താവ് അവിടെ ജീവിച്ചിട്ട് പോലും എല്ലാവർക്കും കർത്താവിനെ കുറിച്ചും പരാതിയും വെറുവെറുപ്പുമായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ ജഡത്തിന് അത്രേ അറിയത്തുള്ളൂ. എന്നാൽ ബാക്കി 101 കാര്യങ്ങൾ തെറ്റായിട്ട് നടന്നാലും, നമ്മൾ വിചാരിക്കുന്നതിന് അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നാലും സ്തോത്രത്തോടെ കർത്താവെ അവിടുന്ന് അനുവദിച്ചു, അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ആ ഒരു സ്തോത്രത്തോടെ അങ്ങനെയുള്ളവർക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അത് ഏത് സൈഡിൽ നിന്നും വന്നും കയറാം. അത് നമ്മൾ അതിൻ്റെ 13-14 വാക്യങ്ങൾ നമ്മളിപ്പം ആ പോർഷൻ ഇപ്പം അജുബേർ ഇപ്പം ഡിസ്പ്ലേ ചെയ്യുമല്ലോ. ആ കറസ്പോണ്ടിങ് പോർഷൻ ഇപ്പം ജേക്കബ് ഇപ്പം വായിക്കുമല്ലോ. വാക്യം 13, 14. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരും ഉണ്ട്. കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാർ നഗരത്തിന്റെ അടിസ്ഥാനമല്ല, മറിച്ച് മതിലിന്റെ അടിസ്ഥാനമാണ്. നഗരത്തിന്റെ അടിസ്ഥാനം യേശുക്രിസ്തു തന്നെയാണ്. 1 കൊരിന്ത്യർ 3:11. വേർപാടിന്റെ പൊക്കമുള്ള മതിലിന് ആദ്യമായി അടിസ്ഥാനമിട്ടവർ അപ്പോസ്തലന്മാരായതിനാലാണ് മതിലിന്റെ മൂലക്കല്ലായി അപ്പോസ്തലന്മാരെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാം ഇന്ന് വേർപാടിന്റെ മതിൽ പടുത്ത് ഉയർത്തേണ്ടത്. അപ്പൊ നമ്മള് വെളിപാട് 21 അധ്യായത്തിന് 13-14 വാക്യങ്ങളെ ഇപ്പൊ നമ്മൾ വായിച്ചു കേൾക്കുകയും സാക്പനും ബ്രദറിന്റെ അന്തിമവിജയം പുസ്തകത്തിലെ ആ കറസ്പോണ്ടിങ് പോർഷൻ ഇപ്പൊ നമ്മൾ വായിച്ചു. അപ്പം അവിടെ നിന്ന് നമ്മൾ വായിച്ച് 13-ാമത്തെ വാക്യം വെളിപാട് 21:13 കിഴക്ക് എത്ര ദിക്കുകളുണ്ട്, എത്ര ഡയറക്ഷൻസ് ഉണ്ട്? 4 ഡയറക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അതാണ് നമ്മളിവിടെ കാണുന്നത് 14-ാമത്തെ വാക്യം. നഗരത്തിന്റെ കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. അപ്പൊ അങ്ങനെ 3 × 4 12 ഗോപുരം, 12 ഗേറ്റ്സ്. ആ ഒരു കാര്യം നമ്മൾ വായിക്കുന്നു. അപ്പോൾ അത് എല്ലാ ദിശയിലും ഗേറ്റുകളുണ്ട്. നമ്മള് പാശ്ചാത്യ രാജ്യത്തു നിന്നുള്ളതാണെങ്കിലും പൗരസ്ത്യ രാജ്യത്തു നിന്നുള്ളതാണെങ്കിലും വെച്ചാൽ നമ്മൾ ഇന്ത്യയൊക്കെ കിഴക്കൻ രാജ്യങ്ങളാണെന്ന് പറയും അല്ലേ. ജപ്പാൻ, ഇന്ത്യയൊക്കെ കിഴക്കൻ രാജ്യങ്ങൾ, അമേരിക്കയൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളല്ലേ, വെസ്റ്റേൺ വേൾഡ്, നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയും പാശ്ചാത്യം. അപ്പോൾ ഏത് രാജ്യത്തു നിന്നുള്ളവരാണെങ്കിലും, കിഴക്കു നിന്നാണെങ്കിലും പടിഞ്ഞാറു നിന്നാണെങ്കിലും വടക്കു നിന്നാണെങ്കിലും തെക്കു നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാം എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും വിച്ച് സൈഡ്, നമ്മളത് അന്തിമവിജയം പുസ്തകത്തിൽ ഇപ്പോൾ വായിച്ചതേ ഉള്ളൂ. അതിൻ്റെ ആ 13-14 എക്സ്പ്ലനേഷൻ തൊട്ട് മുമ്പ് നമ്മളത് വായിച്ചായിരുന്നു. നമ്മൾ ഏത് ദിശയിൽ നിന്ന് വരുന്നതാണെങ്കിലും അവിടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏത് ദിശയിൽ നിന്ന് വന്നാലും നാം ദൈവസന്നിധിയിൽ പ്രവേശിക്കാമെന്നാണ്. പ്രവേശിക്കാം. whichever side we come from, we must always enter God's presence, which is പ്രവേശിക്കാം ഏത് സൈഡിലൂടെയും, ഏത് ദിശയിൽ നമ്മൾ ഏത് ദേശത്തുകാരാണെങ്കിലും. ചിലരും വടക്കൻ കേരളം, തെക്കൻ കേരളം, നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ, എല്ലായിടത്തും അങ്ങനെയൊക്കെ പല വേർതിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവരാജ്യത്തെ അങ്ങനെ വേർതിരിവും കാര്യങ്ങളൊന്നും എല്ലായിടത്തും എന്തുണ്ട്, ഗേറ്റ് ഉണ്ടെന്നുള്ള കാര്യം നമ്മളിവിടെ കാണുന്നത്. നീ വടക്കനാ, നീ തെക്കനാ, അങ്ങനെയൊക്കെ പറഞ്ഞ്, നീ മദിരാശിയാ, നീ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ലോകത്ത് പല വേർതിരിവും കാര്യങ്ങളുണ്ട്. നീ ബംഗാളിയാ, ഞാൻ മലയാളിയാ. പക്ഷേ അങ്ങനെയൊന്നുമില്ല. കർത്താവിൻ്റെ രാജ്യത്തിൽ ബംഗാളി മലയാളി ഒന്നുമില്ല, മുതലാളിയും തൊഴിലാളിയൊന്നുമില്ല. എല്ലാവരും ദൈവമക്കൾ, അതിൽ കർത്താവിൻ്റെ കാന്തയും ക്ഷണിക്കപ്പെട്ടവരും. ആ ഒരു കാര്യം നമ്മളിവിടെ കാണുന്നത്. അപ്പം അവിടെ ഏത് സൈഡിൽ നിന്ന് വന്നാലും നമ്മൾ എങ്ങനെ വരണം എന്നേ ഉള്ളൂ, സ്തോത്രത്തോടെ നന്ദിയോടെ വരണം. അവിടെ പരാതിയും വെറുവെറുപ്പുമായിട്ടൊന്നും ഈ യെരുശലേമിന്റെ ഭാഗമായിട്ടായി തീരുവാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ വാൾ ഓഫ് സെപ്പറേഷൻ ആൻഡ് ഗേറ്റ്സ് ഓഫ് പ്രൈസ്, അതാ 2 കാര്യങ്ങളാണ് നമ്മൾ സഭയിൽ നിരന്തരം പറയേണ്ട കാര്യങ്ങളായിട്ട് സാക്ബേർ ഇവിടെ പറഞ്ഞു. വേർതിരിവിന്റെ മതിൽ, സ്തുതിയുടെ ഗോപുരങ്ങൾ. വേർതിരിവിന്റെ മതിൽ, നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കണം എന്നുള്ളൊരു കാര്യം. നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരും നന്ദി പറയുന്നവരും ആയിരിക്കണം, പരാതി വെറുവെറുപ്പുള്ളവരായിരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സഭയിൽ ഊന്നൽ നൽകുന്ന കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ 13-14 വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ചു. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഈ 4 ദിശയുടെ കാര്യം പറയുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ നഗരത്തിന്റെ മതിലിന്, ഈ ചുറ്റും മതിലുണ്ട്,
ഗേറ്റുകളും ഉണ്ട്. ഓരോ ആ, ആ, ദിശയിലും 3 ഗേറ്റുകളുണ്ട്, 3 ഗോപുരം അല്ലെങ്കിൽ 3 വലിയ വാതിലുണ്ട്. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനം. ഈ മതിലിന് എത്ര അടിസ്ഥാനമുണ്ട്? മതിൽ പണിയുമ്പം ഇങ്ങനെ ഫൗണ്ടേഷൻ കിട്ടും അല്ലേ? നമ്മളിവിടെയൊക്കെ കണ്ടായിരിക്കില്ലേ, മതിൽ പണിയുമ്പോൾ അവര് താഴോട്ട് കുഴിച്ച് പാറയോ കോൺക്രീറ്റോ ഒക്കെ ഇട്ട് നല്ല അടിസ്ഥാനമുണ്ട്. അപ്പം അങ്ങനെ 12 അടിസ്ഥാനമുണ്ട്. അതില് കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. അപ്പൊ ഈ 12 അടിസ്ഥാനം ആ, അത് സഭയുടെ അടിസ്ഥാനമല്ല, ഇത് നഗരത്തിന്റെ അടിസ്ഥാനമല്ല, മറിച്ച് നഗരത്തിന്റെ മതിലിന്റെ അടിസ്ഥാനമാണ്. നഗരത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ കാന്ത ആ, സഭയാകുന്ന കാന്തയുടെ അടിസ്ഥാനം ആരാണെന്ന് ചോദിച്ചാൽ അത് കർത്താവ് തന്നെ കാന്തയുടെ അടിസ്ഥാനം. ഉം. കാന്തയുടെ അടിസ്ഥാനം 1 കൊരിന്ത്യർ 3:11 കർത്താവ് തന്നെയാണ്. 1 കൊരിന്ത്യർ 3:11 നമ്മൾ എടുത്ത് വായിക്കാം. നമുക്ക് 1 കൊരിന്ത്യർ 3:11 കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളെല്ലാം കല്ല്, സോറി, എന്താ, മരം, പുല്ല്, വൈക്കോല്, സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുകൾ എന്നൊക്കെ നമ്മൾ വായിക്കുന്ന അതിന്റെ തൊട്ടടുത്ത വാക്യം മുതലാണ് 1 കൊരിന്ത്യർ 3:12 മുതൽ. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യം 1 കൊരിന്ത്യർ 3:11 എന്താ നമ്മൾ വായിക്കുന്നേ? അവിടെ നമ്മൾ വായിക്കുന്നേ, യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം യേശുക്രിസ്തു. സഭയുടെ സഭയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എഫേസ്യർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിന്റെ കാര്യം പറയുമ്പോൾ കർത്താവ് നമ്മളുടെ അടിസ്ഥാനവും കർത്താവ് നമ്മുടെ അടിസ്ഥാനം നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ സഭയുടെ കാര്യം പറയുമ്പോൾ കർത്താവ് മൂലക്കല്ലും അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനം എന്നുള്ളൊരു വാക്യം നമ്മളവിടെ എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ, അവിടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെ അടിസ്ഥാനം എന്ന് സഭയുടെ അടിസ്ഥാനമായിട്ട് നമ്മളവിടെ വിളിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ മൂലക്കല്ലായിട്ട്, കോർണർ സ്റ്റോൺ ആയിട്ട് എവിടെ? എഫേസ്യർ 2:20 നമ്മൾ വായിക്കുന്നു. എന്ന് നമ്മളിവിടെ കണ്ടു. എന്താ അത്? ആത്മീയമായിട്ടുള്ള ഒരു ആലങ്കാരിക ഭാഷയിൽ കാര്യങ്ങൾ പറയുക. എന്താ ഈ മതിലിന്റെ അടിസ്ഥാനമായിട്ട് ആരാ? ഈ 12 അപ്പോസ്തലന്മാരുടെ പേര്. 12 അപ്പോസ്തലന്മാർ പറയുമ്പോൾ യൂദാ പോയി കഴിഞ്ഞിട്ട് പിന്നെ ആരാ വന്നേ? മത്തിയാസ് അല്ല, പൗലോസ്. മത്തിയാസിനെ അവരൊന്ന് നറുക്കൊക്കെ ഇട്ട് തെരഞ്ഞെടുത്തു. പക്ഷേ മത്തിയാസിനെ കുറിച്ച് പിന്നെ പരിശുദ്ധാത്മാവൊന്നും രേഖപ്പെടുത്തുന്നില്ല. അപ്പോസ്തലർ 1-ാം അധ്യായത്തിൽ നറുക്കിട്ട് മത്തിയാസിനെ തെരഞ്ഞെടുത്തായിട്ടൊക്കെ വായിക്കുന്നത് അല്ലേ? പൗലോസിന്റെ ശുശ്രൂഷയാണ് ദൈവം പിന്നെ അംഗീകരിച്ചതായിട്ട് നമ്മൾ വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. അപ്പം 12-ാമനായിട്ട് ഇന്ന് ഏറ്റവും വളരെ വളരെ കർത്താവിനോട് അടുത്ത് ആരുണ്ടെന്ന് ചോദിച്ചാൽ പൗലോസ് ഉണ്ട്. അപ്പം അങ്ങനെ 12 അപ്പോസ്തലന്മാര്. അപ്പൊ ആ 12 അപ്പോസ്തലന്മാര് എന്താ അവര് ഈ മതിലിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അവരാണ് ആദ്യം ഈ വേർതിരിവിന്റെ മതില് ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത്. കർത്താവ് പ്രസംഗിച്ചു. അതിനുശേഷം ലോകത്തിൽ നിന്ന് നിങ്ങള് റിപ്പൻറ്റ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് വരുവിൻ എന്ന് പറഞ്ഞ് പത്രോസ് പ്രസംഗിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 2:38 പത്രോസ് അതാ പറയുന്നത്, മാനസാന്തരപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവിൻ എന്നാണ് പറയുന്നത്. നമ്മൾ ആ വാക്യം എടുത്ത് വായിക്കണോ? പത്രോസ് അടിസ്ഥാനക്കല്ലിടുന്ന രംഗം കണ്ടോ? എവിടെ? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാട്ടില് ആദ്യത്തെ കല്ല് പത്രോസ് അപ്പോസ്തലൻ അങ്ങ് ഇടുവാണ്. നല്ല ആഴത്തിൽ കുഴിച്ചങ്ങ് ഇടുക. എന്താ പറയുന്നത്? പൗലോസ് ഈ മതിലിന്റെയും വീടിന്റെയൊക്കെ അടിസ്ഥാനം ഇടുമ്പോൾ അവരിങ്ങനെ ആഴത്തിൽ കുഴിച്ച്, ഇതിനെ എത്രയും കുഴിക്കുന്നേ. നമ്മൾ നോക്കുമ്പോൾ അങ്ങ് റോഡിലോട്ട് അങ്ങ് കുഴിയുക, പക്ഷെ മതില റോഡിലോട്ട് വരത്തില്ല. എന്നാൽ അടിസ്ഥാനം കുഴിക്കുമ്പോൾ കുറച്ചുകൂടെ അവര് നല്ല വിസ്താരത്തിൽ വേണം കുഴിക്കാൻ. എന്നാലേ അത് നല്ല അടിസ്ഥാനം ആവത്തുള്ളൂ. അതാ അപ്പോസ്തലപ്രവൃത്തി 2:38 റിപ്പൻറ്റ്. പത്രോസ് അടിസ്ഥാനം ഇടുന്ന കണ്ടോ? എവിടെ? 2:38 പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം വിളിക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ 40-ാമത്തെ വാക്യം, അതിന്റെ 39-40 കൂടി ഞാൻ വായിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. എന്താ അവൻ പറഞ്ഞേ? ബി സേവ്ഡ് ഫ്രം ദിസ് perverse ജനറേഷൻ. ഈ വക്രതയുള്ള ഒരു തലമുറയാണ്. വക്രതയുള്ള, ദൈവത്തിന്റെ നേരായിട്ടുള്ള വഴികളല്ല, വളരെ വക്രതയുള്ള വളഞ്ഞും പുളഞ്ഞുമുള്ള പല വഴികളും പാപവഴികളും ഒക്കെയാണ് ഈ തലമുറയിലുള്ളത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. അവിടെ ആ വേർപാട്, ലോകത്തിൽ നിന്നുള്ള വേർപാടിന്റെ ഒരു
ആ മതിലിന്റെ അടിസ്ഥാനം ഇടുകയായിരുന്നു പത്രോസ്. പിന്നെ അങ്ങനെ എല്ലാ അപ്പോസ്തലന്മാരും അങ്ങനെ അടിസ്ഥാനം ഇട്ടു. ആ അടിസ്ഥാനത്തിന്റെ മേലാണ് ഇന്ന് നമ്മൾ മുകളിലോട്ട് ഇന്ന് അന്ത്യകാലം ആയപ്പോഴത്തേക്ക് ഈ മതിലിന്റെ ഒക്കെ ഏറ്റവും മുകളിലെത്തി നമ്മള്. അന്ത്യകാലം ഈ മതിൽ നമ്മൾ ഇന്ന് മാനസാന്തരവും വിശ്വാസവും ലോകത്തിൽ നിന്നുള്ള വേർപാടും ഒക്കെ നമ്മളത് പാലിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ മതില് മുകളിലോട്ട് പണിയുകയോ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് നമ്മളിപ്പം വായിച്ചത്. അത് നമ്മൾ വായിച്ചത് വേർപാടിന്റെ പൊക്കമുള്ള മതിലിന് ആദ്യമായി അടിസ്ഥാനം ഇട്ടവരാര്? അപ്പോസ്തലന്മാര്. അതുകൊണ്ടാണ് മതിലിന്റെ മൂലക്കല്ലുകളായിട്ട് ഫൗണ്ടേഷൻസ് ആയിട്ട് അവിടെ ഫൗണ്ടേഷൻസ് എന്നുള്ള വാക്ക്, മൂലക്കല്ല് അടിസ്ഥാനം എന്നുള്ള വാക്ക് അവിടെ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ വെളിപാട് പുസ്തകം 21 അധ്യായത്തിന്റെ അതിന്റെ 14 വാക്യത്തിൽ 12 അടിസ്ഥാനവും എന്നുള്ള കാര്യം നമ്മൾ വായിക്കുമ്പം ആ 12 അടിസ്ഥാനം അല്ലെങ്കിൽ അടിസ്ഥാനക്കല്ല്, ഫൗണ്ടേഷൻ സ്റ്റോൺസ് എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇന്ന് അടിസ്ഥാനം എന്നുള്ള ആ ഒരു വാക്ക് തന്നെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടിസ്ഥാനക്കല്ലെന്നോ അടിസ്ഥാനം എന്നൊക്കെ പറയാം. ആ അടിസ്ഥാനം ആരാന്ന് ചോദിച്ചാൽ 12 അപ്പോസ്തലന്മാരാ. ഈ കുഞ്ഞാടിന്റെ അത് 12 അപ്പോസ്റ്റൽസ് ഓഫ് ദ ലാംബ്, കുഞ്ഞാടിന്റെ അപ്പോസ്തലന്മാരാണ്. കുഞ്ഞാട് എന്നുള്ള വാക്ക് അവിടെ വീണ്ടും പരിശുദ്ധാത്മ ഉപയോഗിച്ചിട്ടുണ്ട്. കുഞ്ഞാട് എന്ന് പറയുമ്പോൾ സൗമ്യതയും ആ ഒരു ക്രൂശിന്റെ വഴിയൊക്കെ കുറിക്കുന്ന കർത്താവ് ഒന്നും രോമം കത്തിരിക്കുന്നതോടെ മുമ്പാകും ഉണ്ടാതിരുന്ന കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരാണ്. അവര് ഈ ലോകത്തില് ചെന്നായ്ക്കളാ, എന്നാൽ അവരുടെ നടുവില് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് കർത്താവ് മത്തായി 10:16 പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വേർതിരിവിന്റെ മതിലിന്റെ കാര്യം അപ്പോസ്തലന്മാര് പറയുമ്പോഴും എന്താ അവിടെ പറയുന്നേ? ആ വാക്യം നിങ്ങൾക്ക് അറിയാവോ? മത്തായി 10:16 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. അതിന്റെ റെഫറൻസും കൂടെ നമുക്ക് അറിയും. മത്തായി 10:16 എടുത്ത് നോക്കുമ്പോൾ അവിടെ ഐ സെൻഡ് യു എ ഷീപ്പ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വൂൾസ്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പം ചെന്നായ്ക്കളാണ് ചുറ്റും ഉള്ളത് ലോകത്തില്. സൗമ്യന്മാരായ ചെന്നായ്ക്കളും ഉണ്ട്, കടിച്ചു കീറുന്ന ചെന്നായ്ക്കളും ഉണ്ട്. സൗമ്യന്മാരായ ചെന്നായ്ക്കളെ ഉദ്ദേശിച്ചത് പുറമേ അവർ വളരെ ജെന്റിലും വളരെ മാന്യമൊക്കെ ആയിരിക്കും, എന്നാൽ സ്വയത്തിന്റെ ജഡത്തിന്റെ ഇതായ ആ ഒരു ചെന്നായുടെ സ്വഭാവമാണ് ഏതൊരു അവിശ്വാസിക്കും പ്രാഥമികമായിട്ട്. അവരെത്രമാത്രം പുറമേ വൈറ്റ് വാഷ്ഡ് ആണെങ്കിലും പോളിഷ്ഡ് ആണെങ്കിലും എന്ന് വെച്ചാൽ കർത്താവ് അവരുടെ ഹൃദയത്തിലില്ല. അപ്പം ഇന്ന് കുഞ്ഞാടിന് വിഷമിട്ട ചെന്നായ്ക്കളും ഉണ്ട്, അത് വേറെ കാര്യം. കർത്താവിനെ അവരെ കുറിച്ച് മത്തായി 7:15 പറയുന്നുണ്ട്. അപ്പൊ ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കുന്ന കർത്താവ് മത്തായി 16 പറയുന്നു, 10:16 പറയുന്നു. അപ്പൊ ആ കുഞ്ഞാടിന്റെ അപ്പോസ്തലന്മാരാണ് ഈ അടിസ്ഥാനം മതിലിന്റെ അടിസ്ഥാനം ഇടുന്ന കാര്യം നമ്മളിപ്പോൾ വായിച്ച് മതിലിന്റെ മൂലകല്ലുകളെ അപ്പോസ്തലന്മാർ ചിത്രീകരിച്ചിരിക്കുന്നത് അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാം ഇന്ന് വേർപാടിന്റെ മതിൽ പടുത്തുയർത്തുന്നത് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നു. ഇനിയിപ്പം വെളിപാട് 15-16 വാക്യങ്ങളൊക്കെ താഴോട്ട് അതിന്റെ ഒരു ക്യൂബിക്കൽ സ്ട്രക്ചറാണ്, അത് അതിവിശുദ്ധ സ്ഥലത്തെ കുറിക്കുന്നതാണെന്നൊക്കെയുള്ള കുറച്ചുകൂടെ ആഴത്തുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ 15-16 വാക്യങ്ങളില്ല. നമുക്കത് അടുത്ത ആഴ്ച ചിന്തിക്കാറുണ്ട്. നമുക്ക് ഇന്ന് തന്നെ ആവോളം ധ്യാനിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടി. നമ്മൾ ആ കാര്യങ്ങളെയൊക്കെ നമ്മൾ മുമ്പാകെ നമ്മൾ കേട്ട വചനത്തിൽ നമ്മെ തന്നെ നമുക്ക് കീഴ്പ്പെടുത്തി കൊടുക്കാം, സമർപ്പിക്കാം. പിശാച് എൻ്റെ തല തകർക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു വീണ്ടും. പിന്നെന്താ, നമ്മളെ ഈ ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ആ കറയും ചുളുക്കും ഒക്കെ മാറ്റി കർത്താവിൻ്റെ ആ ഒരു തേജസ്സിലേക്ക് വഴി നടത്തുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അത് പലവിധമായിട്ടുള്ള പ്രഷേഴ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്, പലവിധമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തി വിടുമ്പം അവിടെ കർത്താവിൻ്റെ ഇഷ്ടം വേണ്ട, അവിടുത്തെ ഇഷ്ടം മതി എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ കർത്താവിൻ്റെ തേജസ് അധികമായിട്ട്, കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ സമാധാനം, സന്തോഷവും സ്നേഹവും ഒക്കെ അധികമായിട്ട് ലഭിക്കും. പിന്നെ നമ്മൾ കണ്ടു ആ ഒരു വേർപാടിന്റെ, ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നതിൻ്റെ ഒരു കാര്യം, ആ ഒരു ഉത്തമഗീതത്തിലെ കാന്തയെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ചുവര് വാതിലായിരിക്കുന്നവരും വാതിൽ പോലായിരിക്കുന്നവരും ചുവര് പോലെ മതിൽ പോലായിരിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് എസ്പെഷ്യലി കണ്ടു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. പിന്നെ നമ്മൾ എന്താ കണ്ടത്? പിന്നെ നമ്മൾ ഈ ഒരു മതിൽ തീമതിലാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. അത് സ്തോത്രവും മതില് രക്ഷയാണ്. വാതിൽ അല്ലെങ്കിൽ ഗോപുരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗേറ്റ്സ്, വൻ വാതിലുകൾ, അത് സ്തോത്രത്തോടാണ് നമ്മൾ എൻട്രി ചെയ്യുന്നുള്ള കാര്യവും, ഏത് ദിശയിൽ നിന്ന് നമുക്ക് എൻട്രി ചെയ്യാന്നുള്ള കാര്യവും, പിന്നെ 12 അടിസ്ഥാനങ്ങൾ ഈ മതിലിനുണ്ട് എന്നുള്ള കാര്യം. ഇന്നും നമ്മൾ ആ അപ്പോസ്തലന്മാരുടെ അതേ
വചനങ്ങളെ നാം വീണ്ടും അതേ പരിശുദ്ധാത്മാവിൽ പ്രഘോഷിക്കുമ്പോൾ നമ്മളും മതിൽ മുകളിലോട്ട് പണിയുവാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് ആ സിറ്റി, നഗരത്തിൻ്റെ, യെരുശലേം നഗരത്തിൻ്റെ അത് സ്ക്വയറായിട്ട് ദൈവം കാണിച്ചിരിക്കുന്ന ഒരു കാര്യം, സ്ക്വയറായിട്ടല്ല ക്യൂബായിട്ട്, അത് സമചതുരത്തിലുള്ള ഒരു ക്യൂബിക്കൽ സ്ട്രക്ചറായിട്ട് ആ ഒരു ഒരേ നീളവും വീതിയും ആഴവും ഒക്കെ ഉള്ള ഒരു ക്യൂബിനെ കുറിച്ചൊക്കെ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. അതിൻ്റെ ആത്മീയാർത്ഥങ്ങളൊക്കെ നമ്മൾ തുടർന്ന് നമുക്ക് ചിന്തിക്കാതെ നമുക്ക് കർത്താവിന് മുമ്പാകെ നമ്മളതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുന്ന് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വചനങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയപലകമേൽ എഴുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മോശയ്ക്ക് ഒരു തേജസ് ഉണ്ടായിരുന്നു അവൻ്റെ മുഖത്ത്, എന്നാൽ അത് മങ്ങിപ്പോകുന്നതായിരുന്നല്ലോ. എന്നാൽ ഇന്ന് അധികം തേജസ്സുള്ളവരാകുവാനായിട്ട് ഞങ്ങളെ വിളിച്ചിരിക്കുന്നുണ്ട്. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാൻ തക്കവണ്ണം അങ്ങേ തന്നെ നോക്കി ജീവിപ്പാൻ, മൂടുപടമൊക്കെ നീ അങ്ങേ തന്നെ നോക്കി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ഓരോ സാഹചര്യങ്ങളിൽ അങ്ങേലേക്ക് നോക്കുവാനും പ്രകാശിതരാകുവാനും കർത്താവെ അങ്ങേലേക്ക് നോക്കി ജഡമാകുന്ന തിരശ്ശീലേക്ക് നീക്കപ്പെട്ട് ചിന്തപ്പെട്ട് കർത്താവെ അവിടുത്തെ തേജസ് പ്രാപിക്കുവാൻ ദിനംതോറും പുതുക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ തേജസ്സിലേക്ക് ഞങ്ങളെ വഴി നടത്തണം കർത്താവെ. അവിടുത്തെ സ്വരൂപത്തിലേക്ക്, അവിടുത്തെ അധികമായിട്ടുള്ളൊരു കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ലോകത്തിൽ നിന്നുള്ളൊരു വേർപാട് ഞങ്ങൾക്ക് വേണം കർത്താവെ. ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളിൽ നിന്നൊരു മാനസാന്തരം ഞങ്ങൾക്ക് വേണം. അതിനെക്കുറിച്ചുള്ള അനുതാപവും ദുഃഖവും വേണം. ഞങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതിനെക്കുറിച്ചുള്ള ഒരു അനുതാപം ഞങ്ങൾക്ക് വേണം കർത്താവെ. കർത്താവെ, ലോകക്കാരെ പോലെ ഞങ്ങൾ സംസാരിക്കുകയോ ചിന്തിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അതിനെക്കുറിച്ച് ഓർത്ത് മാനസാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയാട്ടെ കർത്താവെ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും നിറയ്ക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ കർത്താവെ. ലോകത്തിൽ നിന്ന് വേർപാടുള്ളവരായിട്ട് ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ആ ഒരു സുതാര്യതയുള്ളവരായിട്ട്, കാപട്യമില്ലാത്തവരായിട്ടായിത്തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ക്രിസ്ത്യ ജീവിതം എന്തെങ്കിലും ഒരു അഭിനയമായിട്ട് അഭിനയിക്കുന്നവരായിട്ടല്ല, മറിച്ച് പച്ചയായിട്ടുള്ള ഒരു ക്രിസ്തുവിൻ്റെ ജീവിതം പ്രകാശിപ്പിക്കുന്നവരായിട്ട് ഞങ്ങളെ ആക്കി തീർക്കണമേ കർത്താവെ. സഹായിച്ചാട്ടെ. അവിടുന്ന് കർത്താവെ ആ സ്തോത്രത്തോടെ കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് എപ്പോഴും അടുത്ത് വന്നുകൊണ്ടേയിരിക്കാനും വേർപാടിൻ്റെ മതിലുകൾ സൂക്ഷിക്കുവാനും പണിയുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. അപ്പോസ്തലന്മാർ അടിസ്ഥാനമിട്ട അതേ അടിസ്ഥാനത്തിൽ തന്നെ കർത്താവെ ആ മതിൽ മേലോട്ട് പണിയുവാൻ ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്നത് കർത്താവെ അവസരങ്ങൾ ഉപയോഗിച്ച് ചെയ്യുവാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചാട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സഭയിലെല്ലാം ആ മതിൽ ഉയരട്ടെ കർത്താവെ. ലോകത്തിൽ നിന്ന് വേർപെട്ടവരായിട്ട്, ലോകത്തോട് അനുരൂപപ്പെടുന്നവരായിട്ടല്ല, മറിച്ച് കർത്താവെ അവിടുത്തെ പരിപൂർണഹിതം, നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടുന്നവരായിട്ട് ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് അത് ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളതിനെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളതിൻ്റെ വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും സഭയായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം, വഴി നടത്തണം. പ്രാർത്ഥന ഇടതിനൊത്ത് സ്തുതിക്കുന്നു. എല്ലാം യേശുവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.